السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പുലർത്തിപ്പാലിക്കണമെന്ന് സ്വന്തത്തിൽ ബാധ്യതയുള്ളതുപോലെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു കൂടിയിരുത്തം നാളെ മീസാനിൽ ഹസനാത്തിൻ്റെ ഭാഗത്ത് കനം തൂങ്ങുന്ന ഒരു അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതിനേക്കാൾ ഉന്നതമായ സരസിൽ അള്ളാഹു നമ്മെ എവരെയും മഹത്തായ സ്വർഗത്തിൽ ജന്നത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, നമ്മളൊരു ജീവിതത്തിൽ അടുത്തൊരു റമദാനിലേക്ക് നമ്മൾ അടുത്ത് നിൽക്കുകയാണ്. റമദാനിലേക്ക് അടുക്കുമ്പോൾ ആ റമദാനിനെ വരവേൽക്കുക എന്ന ഉദ്ദേശത്താലാണ് അഹ്ലൽ റമദാനുകൾ സാധാരണ നടക്കാറുള്ളത്. നമ്മളൊക്കെ എപ്പോഴും അഹ്ലൽ റമദാൻ വെക്കുക ശഅബാൻ പകുതി കഴിഞ്ഞിട്ടും റമദാനിലേക്ക് ഒരു ആഴ്ച മുമ്പൊക്കെയാണ് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ എല്ലായിടത്തും നടക്കാറുള്ളത്. യഥാർത്ഥത്തിൽ റമദാനിനെ വരവേൽക്കേണ്ട ഒരു സന്ദർഭം ശരിക്കിതല്ല. കുറേ നേരത്തെ നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട്. ഞാൻ വളരെ പരിമിതമായ സമയത്ത് വളരെ ചെറിയ കുറച്ച് പോയിന്റുകൾ മാത്രം എൻ്റെയും അതോടൊപ്പം നിങ്ങളുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു കാര്യങ്ങൾ കൃത്യമായി കേൾക്കാനും മനസ്സിലാക്കാനും കേട്ടതനുസരിച്ച് കൊണ്ട് പ്രാവർത്തികമാക്കാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹാബികളെ സംബന്ധിച്ചിടത്തോളം അവർ റമദാനെ വരവേൽക്കൽ ശഅബാനിലായിരുന്നില്ല. സഹാബികൾ മുതലുള്ള ആളുകളുടെ ജീവിതം പരിശോധിച്ച് നോക്കിയാൽ ഒരു റമദാൻ മാസം കഴിഞ്ഞാൽ അടുത്ത 6 മാസം ആ റമദാനിൽ ചെയ്തു കൂട്ടിയ കർമ്മങ്ങൾ കബൂൽ ചെയ്യണേ എന്ന പ്രാർത്ഥന പടച്ചോണ്ട് അവർ ആവർത്തിക്കും. അടുത്ത 6 മാസം റമദാനിലേക്ക് എത്തിക്കണേ എന്നുള്ള പ്രാർത്ഥന അവർ അധികരിപ്പിക്കുമായിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു റമദാനിലേക്കുള്ള ഒരുക്കം 6 മാസങ്ങൾക്ക് മുമ്പേ അവർ നടത്തുമായിരുന്നു എന്നർത്ഥം. ആ മുന്നൊരുക്കങ്ങൾ ഇങ്ങനെ നടത്തി ശഅബാനിൽ ഒന്നുകൂടി നന്നായി ഒരുങ്ങിയിട്ട് അവർ റമദാനിലേക്ക് പ്രവേശിക്കലായിരുന്നു അവരുടെ പതിവ്. കാരണം അങ്ങനെയാകുമ്പോൾ മാത്രമാണ് റമദാനിനെ ഏറ്റവും ഫ്രൂട്ട്ഫുള്ളായി ഉപയോഗിക്കാൻ വേണ്ടി കഴിയുക. നമുക്കറിയാം, ഒരു നല്ല കളിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് ഗ്രൗണ്ടിൽ നന്നായി പെർഫോം ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് അനിവാര്യമാണ്. സാധാരണ ഒരു 90 മിനിറ്റുള്ള ഫുട്ബോൾ മാച്ചിലൊക്കെ കളിക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് പ്ലെയേഴ്സ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഓടി തടിയൊക്കെ ഒന്ന് പിന്നെ ചൂടാക്കി ഒന്ന് വാമപ്പ് ചെയ്താണ് അവർ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുക. അതെന്തിനാണെന്ന് വെച്ചാൽ ആ വാമപ്പ് നടത്തിയാലാണ് ഗ്രൗണ്ടിൽ കുറേ സമയം ഓടിച്ചാടി കളിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതല്ല, ഒരാവേശപ്പുറത്ത് നമ്മൾ നേരിട്ട് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അധിക സമയമൊന്നും കഴിയില്ല. ഈ ടർഫിലൊക്കെ കളിക്കാൻ പോകുന്ന ആൾക്കാരുണ്ട്. നിങ്ങളൊക്കെ പിന്നെ ഇടയ്ക്കൊരു ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ ചില ഗ്യാതറിംഗ് നടത്താറുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ടർഫിലൊക്കെ ബുക്ക് ചെയ്ത് കളിക്കാൻ പോയിട്ട് പിന്നെ കളിച്ചൊന്നും വലിയ പരിചയമില്ലാത്ത ആൾക്കാർ ആവേശപ്പുറത്ത് ഇറങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 4 ഓട്ടം ഭയങ്കര ഓട്ടം ഓടും. പിന്നണ്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ആകെ നായായി സൈഡായിട്ട് പിന്നെ കളിക്കാനും കഴിയില്ല. കിനച്ച സൈഡായിട്ട് പിന്നെ ഒന്നും പറ്റാത്ത അവസ്ഥ ഉണ്ടാകാറുള്ളത്. ആ അവസ്ഥ ഉണ്ടാകുന്നത് വാമപ്പ് നടത്താത്തതുകൊണ്ടാണ്. വാമപ്പ് നടത്തിയ ആൾ കുറേ സമയം കളിക്കാൻ പറ്റും. എന്നാൽ നിരന്തരമായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പ്ലെയറാണ് ഏറ്റവും നന്നായി പെർഫോം ചെയ്യുക. ലോകോത്തര കളിക്കാരൊക്കെ പ്രൊഫഷണൽ പ്ലെയേഴ്സൊക്കെ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ്. ആ പ്രാക്ടീസ് ഇല്ലെങ്കിൽ അവർക്ക് പെർഫോം ചെയ്യാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ ഇതേ ഒരു അവസ്ഥ നമ്മൾ റമദാൻ്റെ വിഷയത്തിലും ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഅബാൻ മാസത്തിൽ റമദാനിന് വേണ്ടി നല്ല മുന്നൊരുക്കം നടത്താറുണ്ടായിരുന്നുവെന്ന് റസൂലിൻ്റെ സീറ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആയിഷ റളിയല്ലാഹു അൻഹ പറയാറുണ്ടായിരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തിരുന്ന മാസം അത് ശഅബാനായിരുന്നു. കാന യസൂമു ശഅബാന കുല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാനിൽ പരിപൂർണമായും എന്ന് തോന്നുമാറ് നോമ്പെടുക്കാറുണ്ടായിരുന്നുവെന്നാണ്. എന്നിട്ട് സുമ്മ യസ്ലു ഇലാ റമദാൻ, എന്നിട്ട് റമദാനിലേക്ക് റസൂൽ പ്രവേശിക്കും. ശഅബാനിൽ നോമ്പെടുത്ത് അതിനുവേണ്ടി ഒരുങ്ങിയിട്ട് റമദാനിലേക്ക് കടക്കുമ്പോൾ
റമദാനിൻ്റെ നോമ്പ് റമദാൻ ഏറ്റവും ഉപകാരപ്പെടുത്താൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ മാസത്തിൽ സ്വതക്ക അധികരിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയും. കാരണം റമദാൻ കുറേ ചെയ്യാനുള്ള മാസമാണ്. പ്രവാചകൻ വിശുദ്ധ ഖുർആൻ പാരായണം അധികരിപ്പിച്ച് ചെയ്യാറുണ്ടായിരുന്നു എന്ന് റസൂലിൻ്റെ ജീവിതത്തിൽ കാണാൻ കഴിയും. കാരണം റമദാൻ കൂടുതൽ ഓതാനുള്ള മാസമാണ്. അങ്ങനെ ഒരു വാമപ്പ്, ഒരു മുന്നൊരുക്കം നമ്മൾ ഇപ്പോഴേ നടത്തിയാൽ മാത്രമാണ് റമദാൻ നമുക്ക് ഉപകാരപ്രദമാക്കാൻ വേണ്ടി കഴിയുള്ളൂ. ഞാൻ നേരത്തെ ടർഫിലേക്ക് ആദ്യമായി ഇറങ്ങുന്ന കളിക്കാരുടെ അവസ്ഥയാണ് നമ്മുടെയൊക്കെ നാട്ടിൽ കുറേ ആളുകൾക്ക് റമദാൻ ഉണ്ടാകാറുള്ളത്. നോമ്പിൻ്റെ ഒന്നാമത്തെ ദിവസം സുബഹിനൊക്കെ പള്ളി ഫുള്ളായിരിക്കും. തറാവീഹിനൊക്കെ ഒരുപാട് ആളുകളുണ്ടാവും. സാധാരണ ജമാഅത്തിന് പള്ളിയിലെത്തുന്ന ആൾക്കാർക്ക് ഒന്നാമത്തെ സഫർ സീറ്റ് കിട്ടൂല, ഒരു ബാക്കോട്ടായിരിക്കും. ഇതുവരെ കാണാത്ത ആൾക്കാർക്ക് ഇന്നലത്തെ ഇടിക്ക് പൊട്ടി മുളച്ചൊക്കെ ഇവരുടെ വന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് തോന്നുക ഇവനൊക്കെ ഈ നാട്ടുകാരൻ തന്നെയാണോ, ഇവരൊക്കെ പള്ളിയിൽ വരുന്ന ആൾക്കാർ തന്നെയാണോ എന്ന് ആളുകൾക്ക് സംശയം വരുന്ന രൂപത്തിൽ കുറേ ആൾക്കാർ പള്ളിയിലേക്ക് വരുന്നൊരു സമയമാണത്. പിന്നെ കുറേ ആളുകൾ റമദാൻ്റെ ഒന്നാമത്തെ ദിവസം ആവേശപ്പുറത്ത് ഖുർആൻ ഓതാൻ തുടങ്ങും. ആദ്യത്തെ ദിവസം ഒരു 4 ജ്യൂസ് 5 ജ്യൂസൊക്കെ ഉണ്ട് ഓതും. എന്നിട്ട് ഇങ്ങനെ ഓത്ത് കഴിഞ്ഞിട്ട് അന്നിങ്ങനെ നോക്കും, മാഷാ അല്ലാഹ് ഞാൻ 5 ജ്യൂസ് ഓതി, ഇതേ പോക്ക് പോവുകയാണെങ്കിൽ ഇക്കൊല്ലം 5 ഖത്തം ഞാൻ തീർക്കും. ഒരു ഭയങ്കര ആവേശം എനിക്കുണ്ടാവും. രണ്ടാമത്തെ ദിവസം ഒരു 3 ജ്യൂസേ ഓതുള്ളൂ. എന്നിട്ട് കണക്കൂട്ടും 5 3 8, 2 ദിവസം 8 ജ്യൂസ്, കുഴപ്പമില്ല, ഇരട്ടിയാണ്. അപ്പോൾ നമ്മൾ ഒരു 3ഒക്കെ തീരും. അടുത്ത ദിവസം ഒരു ജ്യൂസേ ഓതുള്ളൂ, അപ്പോൾ 9ആയി. പിന്നെ ഒരു ജ്യൂസ് ഉണ്ടാവില്ല, കുറച്ച് പേജ് ഉണ്ടാവുള്ളൂ. അവസാനം നോക്കുന്ന സമയത്ത് റമദാൻ കഴിയുമ്പോൾ ഒരു ഖത്തത്തിന് തീർത്തിട്ടുണ്ടാവില്ല. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നൊരവസ്ഥ. എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഞാൻ നേരത്തെ പറഞ്ഞ മുന്നൊരുക്കം ഇല്ലാത്തത് കൊണ്ടാണ്. ആ മുന്നൊരുക്കം നമ്മൾ ഇപ്പോഴേ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം. അത് എങ്ങനെ സാധ്യമാകും എന്നുള്ളത് മാത്രമാണ് ഇൻഷാ അല്ലാഹ് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ റമദാനിലെ ഒരു ദിവസത്തെ നമ്മൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം ഇൻഷാ അല്ലാഹ് ബഹുമാനായ ജ്യേഷ്ഠ സുഹൃത്ത് റഫീഖ് നമ്മോട് സൂചിപ്പിക്കും ഇൻഷാ അല്ലാഹ്. ഏതായാലും പിന്നെ റമദാൻ മാസവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മുന്നൊരുക്കം നടത്തുമ്പോൾ പ്രധാനമായും പണ്ഡിതന്മാർ പറയുന്ന ഒന്നാമത്തെ ഒരു പോയിന്റ് കഴിഞ്ഞ റമദാനിലെ നോമ്പുകൾ ഒഴിവുണ്ടെങ്കിൽ നോറ്റ് വീട്ടുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മളൊക്കെ കുറച്ച് ദിവസം മാത്രം, വിരലിലെണ്ണാവുന്ന ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ റമദാനിൽ നോമ്പ് ഒഴിവായിട്ടുണ്ടെങ്കിൽ നിർബന്ധമായി അവർ നോറ്റ് വീട്ടണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഅബാൻ മാസം പകുതി പിന്നിട്ടാൽ പിന്നെ അതിനു മുമ്പ് സുന്നത്ത് നോമ്പുകൾ നോക്കി ശീലമില്ലാത്ത ആളുകൾ റമദാൻ പകുതി പിന്നിട്ടാൽ പിന്നെ നോമ്പെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇദൻ തസഫ ശഅബാൻ ഫലാ തസൂമു, ശഅബാൻ പകുതി പിന്നിട്ടാൽ പിന്നെ നിങ്ങൾ നോമ്പെടുക്കരുതെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നേരത്തെ നോമ്പെടുത്ത് ശീലമില്ലാത്ത ആളുകൾ പിന്നെ നോമ്പെടുക്കാൻ പാടില്ലെന്നാണ്. അത് സുന്നത്തായ നോമ്പിൻ്റെ വിഷയമാണ്. എന്നാൽ ഫറലായ നോമ്പ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഖളാ വീട്ടൽ വാജിബായ നോമ്പാണ്. അത് മാസം പിന്നിട്ടാലും പകുതിയാലും കുഴപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് അത് പൂർത്തിയാക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് സാന്ദർഭികം ഓർമ്മപ്പെടുത്തുന്നു. അത് ഇനി വളരെ കുറഞ്ഞ ദിവസമാണുള്ളത്. നമ്മൾ അനാവശ്യമായിക്കൊണ്ട് വൈകിപ്പിച്ചാൽ ഈ റമദാന് കഴിഞ്ഞ് നമ്മൾ വീണ്ടും അതിനെ പിന്നെ പരിഹാര മാർഗം കൂടി തേടേണ്ടി വരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമതായി സഹോദരന്മാരെ സഹോദരിമാരെ, റമദാൻ മാസത്തിലേക്ക് മുന്നൊരുക്കം നടത്തുമ്പോൾ നമ്മൾക്ക് ഇപ്പോഴേ ഉണ്ടാകേണ്ട ഒരു മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ചാൽ, റമദാനിനെ നമ്മൾ ഒരു പ്യുവർ മനസ്സോട് കൂടിയിട്ട് റമദാൻ പ്രവേശിക്കാൻ വേണ്ടി കഴിയണം. ചില ആളുകളൊക്കെ നോമ്പായി തുടങ്ങിയിട്ടാണ് എന്ത് ചെയ്യുക, പാപമോചന തേട്ടം അധികരിപ്പിക്കുക. റമദാനായിട്ട് നന്നാകുക എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, സാധാരണ അങ്ങനെ ഉണ്ടായാലും നോമ്പായിട്ട് നന്നാകാം. നോമ്പായാൽ പിന്നെ നന്നാകും എന്നാണ് കുറച്ച് ആൾക്കാരുടെ വിചാരം. ഓനെന്താ വെച്ചാൽ നോമ്പായാൽ ശരിക്കും നന്നാവൂല, അതൊരു പീരിയോഡിക്കലി അല്ലെങ്കിൽ ഒരു കുറഞ്ഞ സമയത്തേക്ക് വേണ്ടി മാത്രമുള്ള നന്നാകലും മാത്രമായിരിക്കും. കാരണം നോമ്പായിട്ട് നന്നാകാൻ തീരുമാനിച്ച ആൾക്കാർ ആരെങ്കിലൊക്കെ ചീത്ത പറയാൻ വന്നോ എന്താ പറയുക, പക്ഷെ നോമ്പായി പോയി ഇല്ല കാണിച്ചില്ലെന്നാണ്. കാരണം ഓൻ്റെ മനസ്സിൽ ഇപ്പോൾ ഇതുണ്ട്, തിരുത്താൻ റെഡി ആയിട്ടൊന്നുമില്ല. നോമ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോമ്പല്ലെങ്കിലും ചെയ്യുന്നതിനർത്ഥം. അങ്ങനെ ആകാതിരിക്കണമെങ്കിൽ ഇപ്പോഴേ നമ്മളുടെ മനസ്സിലെ പാപങ്ങൾ ക്ലിയർ ചെയ്തിട്ട് ഒരു നല്ല മനസ്സോടുകൂടി റമദാനിലേക്ക് കയറാൻ വേണ്ടി കഴിയണം. നമ്മളൊരു ശുദ്ധമായ മനസ്സിൽ റമദാനിലേക്ക് കയറാൻ കഴിഞ്ഞാൽ, നല്ല മനസ്സുണ്ടാകുമ്പോൾ നമുക്ക് കൂടുതൽ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തെ മൊത്തം റമദാനിന് വേണ്ടി ഒരുക്കി വെക്കാറുണ്ട്. ലോകത്തെ അള്ളാഹു റമദാനിന് വേണ്ടി തയ്യാറാക്കി വെക്കും. അതിന് വളരെ വളരെ ഗൗരവമുള്ള, വളരെ പ്രാധാന്യമുള്ള ഒരു മാസമായത് കൊണ്ടാണ് അള്ളാഹു അങ്ങനെ ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അതാക്കും റമദാൻ, ഇതാ നിങ്ങൾക്ക് റമദാൻ മാസം വന്നിട്ടുണ്ട്. ഷഹ്റുൻ മുബാറക്കുൻ, അതൊരു അനുഗ്രഹീതമായ ബറക്കത്താക്കപ്പെട്ട മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട് ഈ മാസത്തിൽ. മാത്രവുമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിൽ ഫുത്തിഹത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിൻ്റെ വാതിലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിൽ അല്ലാഹു തുറന്നു വെക്കും.
പിന്നെ റമദാൻ കഴിയും വരെ അത് അടക്കപ്പെടൂല. വഗുല്ലിഖത് അബ്വാബുന്നാർ, നരകത്തിൻ്റെ വാതിലുകൾ ഈ മാസത്തിൽ അടക്കും. റമദാൻ കഴിയും വരെ പിന്നെ തുറക്കൂല. അതേപോലെ വസുഫിറത്തി ശയാത്തീൻ, പിശാചുക്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആല കെട്ടിയിടും. റമദാൻ മാസം വരുമ്പോൾ അതിനുവേണ്ടി അള്ളാഹു തന്നെ ലോകത്തെ തയ്യാറാക്കി വെക്കുന്നുണ്ട്. അള്ളാഹു റെഡിയാക്കി വെക്കുന്നത് അള്ളാഹ്ക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു ഒരുപാട് അവസരങ്ങൾ നമുക്ക് വേണ്ടി നൽകുന്നു. പക്ഷേ പലപ്പോഴും അള്ളാഹു നമുക്ക് നൽകുന്ന അവസരങ്ങളെ പുറങ്കാല കൊണ്ട് തട്ടി മാറ്റുന്ന അവസ്ഥയാണ് പല ആളുകൾക്കും ഉണ്ടാകാറുള്ളത്. അവനൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു നമുക്കൊരു അവസരം വെച്ച് നീട്ടുമ്പോൾ അള്ളാഹ്ക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടല്ല. യൻസിലു റബ്ബുനാ തബാറക വ തആല ഹീന യബ്ഖാ സുലസൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ 1/3 ബാക്കിയാകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് പടച്ചവൻ ചോദിക്കും, ആരാണ് എന്നോട് ചോദിക്കുന്നവൻ ഞാൻ തരാം, ആരാണ് പാപമോചനം തേടുന്നവൻ ഞാൻ പുറത്തു തരാം. എന്ത് ചോദിച്ചാലും നൽകാൻ തയ്യാറായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല 7 ആകാശത്തിൻ്റെ മുകളിൽ നിന്ന് 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വന്നിട്ട് റബ്ബ് നമ്മളോട് ചോദിക്കുമ്പോൾ ആ സമയത്ത് പല ആളുകളും കിടന്നുറങ്ങുകയാണ്. പടച്ചവന് എന്തെങ്കിലും ഉണ്ടായിട്ടല്ല ഇങ്ങോട്ടേക്ക് വരുന്നത്. അള്ളാഹുവിന് ഇറങ്ങി വന്നതുകൊണ്ട് പടച്ചവൻ എന്തെങ്കിലും കിട്ടാനുമില്ല. നമ്മൾക്ക് വേണ്ടി അള്ളാഹു ഇങ്ങോട്ട് തയ്യാറായി വരികയാണ്. അതേപോലെ നമ്മൾക്ക് വേണ്ടി അള്ളാഹു റമദാൻ ഒരുക്കി വെക്കുകയാണ്. നമ്മളുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ ആ റമദാനിൽ കൂടുതൽ ഇബാദത്ത് എടുക്കാനും വേണ്ടി കഴിയും. അൽ ഈമാനു യസീദു വയൻഖുസ് എന്നാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്. അത് അഹ്ലുസുന്നയുടെ വിശ്വാസം അസ്ലാണ്. ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും. യസീദ് ബിത്ത്വാഅ വയൻഖുസു ബിൽ മഅസിയ, തിന്മകൾ ചെയ്താൽ ഈമാൻ കുറയും, നന്മകൾ ചെയ്താൽ ഈമാൻ ഇങ്ങനെ കൂടി വരികയും ചെയ്യും. ഇത് അഹ്ലുസുന്നയുടെ അസ്ലാണ്. അപ്പോൾ റമദാനായിട്ട് നമ്മൾ കൂട്ടാൻ നിന്നാൽ അതിനൊരു പരിധി ഉണ്ടാവും. നമ്മൾ നന്മ ചെയ്ത് സിയാദത്തുള്ള ഈമാനോടുകൂടി റമദാനിലേക്ക് പ്രവേശിച്ചാൽ അത് നന്നായി വികസിപ്പിച്ചെടുത്ത് നല്ല ക്ലിയർ ആക്കി കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾ അള്ളാഹുവോട് ഏറ്റു പറയാൻ നമ്മൾ ഇപ്പോഴേ സമയം കണ്ടെത്തേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകാൻ നമ്മൾ റമദാന് കാത്തു നിൽക്കേണ്ടതില്ല. പടച്ചോൻ റമദാനിൽ മാത്രമേ പാപം പുറത്തിരുന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് തേടൂ ഞാൻ നിങ്ങൾക്ക് നൽകാം, ചോദിച്ചത് നൽകാം എന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞത്, റസൂലേ എൻ്റെ അടിമകളോട് താങ്കൾ ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, തൻ്റെ സ്വന്തത്തോട് തന്നെ തിന്മകൾ ചെയ്ത അതിക്രമം പ്രവർത്തിച്ച ആളുകളോട് റസൂലെ താങ്കൾ പഠിപ്പിച്ചു കൊടുക്കണം, ലാ തഖനതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ഒരിക്കലും നിരാശനാകണ്ട. ഇന്നല്ലാഹി യഗ്ഫിറു ദുനൂബ ജമീഅ, പടച്ചോ നിങ്ങളുടെ പാപങ്ങളെയൊക്കെ പുറത്തു തരും. അത് റമദാനെ മാത്രമല്ല പറഞ്ഞത്, എപ്പോഴും ഉണ്ട്. അത്തായിബു മിനദ് ദംബി കമൻ ലാ ദംബ ലഹു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമ്മൾ തൗബ ചെയ്യാൻ റെഡിയുണ്ടോ? അവൻ്റെ ജീവിതത്തെ, അവൻ്റെ മനസ്സിനെ, അവൻ്റെ ശരീരത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു തിന്മയും ഇല്ലാത്ത അവസ്ഥയിൽ അവനെ മാറ്റി തീർക്കുമെന്നാണ്. ഒരു തിന്മയും ഇല്ലാത്ത അവസ്ഥയിൽ അള്ളാഹു മാറ്റി തീർക്കും. അപ്പോൾ നമ്മൾ ഇപ്പോഴേ തൗബ ചെയ്യാൻ റെഡിയാണെങ്കിൽ, ആത്മാർത്ഥമായി രാവിൻ്റെ അന്ത്യയാമങ്ങൾ ഉപയോഗപ്പെടുത്താൻ സന്നദ്ധമാകുന്നുവെങ്കിൽ നമുക്ക് അള്ളാഹു പുറത്തു നൽകുന്നത് തീർച്ചയാണ്. ആ പാപങ്ങൾ പൊറുക്കപ്പെട്ട അവസ്ഥയിൽ നമ്മൾ റമദാനിലേക്ക് പ്രവേശിച്ചാൽ അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളായിട്ട് നമുക്ക് റമദാനിൽ കയറാൻ പറ്റും. കാരണം എന്താ? അള്ളാഹു പറഞ്ഞു, ഇന്നല്ലാഹു യുഹിബ്ബുത് തവ്വാബീൻ വയുഹിബ്ബുൽ മുതതഹിരീൻ, ആന്തരികവും ബാഹ്യവുമായ ശുദ്ധിയുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഈ ആയത്തിന്റെ ശരിയായ ഉദ്ദേശം അതാണ്. യുഹിബ്ബുത് തവ്വാബീൻ എന്ന് പറഞ്ഞാൽ തൗബ ചെയ്യുന്ന ആളുകൾ. തൗബ ചെയ്താൽ ഒരു മനസ്സിന്റെ ഉള്ളകമാണ് ശുദ്ധിയാവുക. വയുഹിബ്ബുൽ മുതതഹിരീൻ, തൊഹൂർ, കുളിച്ചാൽ ഉളു ചെയ്താൽ ബാഹ്യമാണ് ശുദ്ധിയാവുക. അപ്പോൾ ബാഹ്യശുദ്ധിയുള്ളവരെയും ആന്തരിക ശുദ്ധിയുള്ളവരെയും അള്ളാഹു ഇഷ്ടമാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളായിട്ട് റമദാനിലേക്ക് കയറാൻ കഴിയണം നമുക്ക്. റമദാനായിട്ട് കുറേ ചെയ്യാമെന്നതിനപ്പുറത്ത്, റമദാനായിട്ട് നന്നാകാം എന്ന് പറയുന്നതിനപ്പുറത്ത്, നന്നായതിന് ശേഷം റമദാനിലേക്ക് കയറാൻ നമ്മൾ സന്നദ്ധമായാൽ സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്ക് ധാരാളമായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ മൂന്നാമത്തെ ഒരു പോയിന്റ്, ഞാനിങ്ങനെ വളരെ കുറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ സൂചിപ്പിച്ച് പോകാൻ ഉദ്ദേശിക്കണം ഇൻഷാ അല്ലാഹ്. അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടും. നിങ്ങൾ സാധ്യമാകുമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാലൊക്കെ നന്നാവും. പിന്നെ പേപ്പറും ഒന്നും പിന്നെ ആരുടെ കയ്യിൽ കാണുന്നില്ല. മൊബൈൽ ഫോണിൽ ഇപ്പോൾ എല്ലാവരും ഉണ്ടാകുക. ഫോണിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം, വാട്സാപ്പിൽ കയറാണ്ടിരുന്നാൽ മതി. പിന്നെ ഇവിടെ നിന്നാലും ഉണ്ടാകുക, പിന്നെ ഓൺലൈനിലായി പോയി എയർലാകും. പിന്നെ ആവശ്യമുള്ളത് നോട്ട് ചെയ്താൽ മതി ഇൻഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞ മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ റമദാനിൽ എന്തു നേടണം എന്ന് നമ്മൾ ഇപ്പോഴേ സെറ്റ് ചെയ്ത് വെക്കണം. ഒരു ഗോൾ സെറ്റിങ് നമ്മൾക്ക് ഉണ്ടാകണം. നമ്മൾ സാധാരണ അങ്ങനെ റമദാനിലേക്ക് കയറും, കുറേ ചെയ്യും, അങ്ങനെ റമദാൻ കഴിഞ്ഞു പോകും.
അങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് എന്തു നേടി എന്ന് പറയാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി കഴിയണം. ഇപ്പോഴൊക്കെ ഈ റമദാൻ ആകുന്ന സമയത്ത് ഈ റമദാൻ പ്ലാനർ എന്നൊക്കെ പറഞ്ഞ് ചില ആപ്പുകളും ചില പുസ്തകങ്ങളൊക്കെ നമുക്ക് ലഭ്യമാണ്. അത് വാങ്ങുന്നവർക്ക് വാങ്ങാം, അതല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കാം. റമദാനിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്ന ഒരു പ്ലാൻ ഉണ്ടാക്കി നമ്മളുടെ സമയം മനസ്സിലാക്കി ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെക്കണം ഇപ്പോഴേ. എന്നിട്ട് ആ ഗോളിലേക്ക് നമ്മൾ എത്തുന്നുണ്ടോ എന്ന് റമദാനിലെ ഓരോ ദിവസം കഴിയുമ്പോൾ പരിശോധിക്കണം. അപ്പോൾ എന്തെല്ലാം ചെയ്യാൻ കഴിയും അതാണ് നമ്മൾ ലിസ്റ്റ് ചെയ്യേണ്ടത്. റമദാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ ഖുർആന്റെ പാരായണമാണ്. വിശുദ്ധ ഖുർആനിന്റെ മാസമാണ് റമദാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹ് 12 ശഹ്റൻ. അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 ഫീ കിതാബില്ലാ യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശലോകങ്ങൾ സൃഷ്ടിച്ച അന്ന് മുതൽ 12 മാസമാണ്. മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 പവിത്രമായ മാസമാണ്. ആ പവിത്ര മാസം നമുക്കറിയാം, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്. ഈ 4 മാസങ്ങളുടെ പവിത്ര മാസം. ഈ 4 മാസങ്ങളിൽ റമദാൻ ഇല്ല. അള്ളാഹു പവിത്രമായി എണ്ണിയ ആകാശഭൂമികൾ പടക്കുന്ന അന്ന് മുതൽ തന്നെയുള്ള മാസങ്ങളുടെ എണ്ണത്തിൽ 4 പവിത്രമാക്കിയ റമദാൻ ഇല്ല. എന്നിട്ട് അള്ളാഹു ആ 4 മാസങ്ങളല്ലാത്ത ഒരു മാസമാണ് നോമ്പ് നിർബന്ധമാക്കാൻ വേണ്ടി ഈ ഉമ്മത്തിന് നിശ്ചയിച്ചിട്ടുള്ളത്. 2-ാം അധ്യായം സൂറത്തു അൽ ബഖറയുടെ 183 മുതലുള്ള വചനങ്ങളിൽ അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയ വിഷയം പഠിപ്പിക്കുന്നുണ്ട്. കുത്തിബ അലൈക്കുമുസ് സിയാം കമാ കുത്തിബ അലൽ ലദീന മിൻ ഖബ്ലിക്കും. നമ്മളൊക്കെ കാണാതെ പഠിച്ച ആയത്തായിരിക്കും, യാ അയ്യുഹല്ലദീന ആമനു തുടങ്ങുന്ന ആയത്ത്. നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത് മുൻകഴിഞ്ഞ ആളുകൾക്കുള്ള പോലെയാണ്. നമ്മൾക്ക് മാത്രമുള്ള ഒരു ഇബാദത്തല്ല നോമ്പെന്ന് പറഞ്ഞാൽ, ഈ ഉമ്മത്തിന് മാത്രമുള്ളതല്ല. എല്ലാ ഉമ്മത്തിനും നോമ്പ് ഉണ്ടായിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാരുടെ സമൂഹത്തിനും നിസ്കാരം ഉണ്ടായിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാരുടെ സമൂഹത്തിനും സക്കാത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവരുടെ സക്കാത്തും അവരുടെ നോമ്പും അവരുടെ നമസ്കാരവും നമ്മളുടെ നമസ്കാരവും നോമ്പ് സക്കാത്തും പോലെ രൂപങ്ങൾ വ്യത്യാസമുണ്ടാകും. അവർക്ക് നോമ്പ് നിർബന്ധമായിരുന്നു, നമുക്കും അവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നമുക്ക് നിർബന്ധമാക്കി. അതിന് അള്ളാഹു എന്തുകൊണ്ട് ഈ മാസം തെരഞ്ഞെടുത്തു? അടുത്തായിട്ട് അള്ളാഹു പറഞ്ഞു, ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല റമദാൻ മാസത്തിലാണ് ഖുർആനിനെ ഇറക്കിയിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസുംഹു. അതുകൊണ്ട് ഖുർആൻ ഇറക്കിയ മാസത്തിൽ നിങ്ങൾ ആരെങ്കിലും സാക്ഷിയാകുന്നെങ്കിൽ അവിടെ നിങ്ങൾ നോമ്പെടുക്കണം. അപ്പൊ റമദാൻ മാസത്തെ നോമ്പ് നിർബന്ധമാക്കാൻ വേണ്ടി അള്ളാഹു തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം തന്നെ ഈ മാസത്തിലാണ് നമ്മുടെ കൈകളിലുള്ള ഖുർആൻ ഇറക്കപ്പെട്ടത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടാക്കേണ്ടത് വിശുദ്ധ ഖുർആനുമായിട്ടാണ്. നമ്മുടെ ജീവിതത്തിലെ മറ്റുള്ള കാര്യങ്ങൾ ഖുർആനിന് വേണ്ടി മാറ്റിവെക്കാൻ നമ്മൾ സന്നദ്ധമാകുന്നിടത്താണ് റമദാൻ നമുക്ക് ഉപകാരപ്രദമാകുന്നത്. എന്താണ് നമ്മൾ മാറ്റിവെക്കേണ്ടത്? ഭൗതികമായ കാര്യങ്ങൾ കുറച്ചെങ്കിലും മാറ്റിവെക്കാൻ പറ്റണം. ഫുള്ള് മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കുന്ന കേസൊന്നുമല്ല. മുൻഗാമികൾ എന്താണ് മാറ്റിവെക്കാറുണ്ടായിരുന്നത്? അവർ ഭൗതികമായ വിഷയങ്ങൾ മാത്രമല്ല ഖുർആന് വേണ്ടി മാറ്റിവെക്കാം. ഇമാം ദാറുൽ ഹിജ്റ എന്നറിയപ്പെട്ട ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റയുടെ ഗേഹമായ മദീനയിൽ ജീവിച്ചത് കൊണ്ട് അതിന് ആ പേര് വന്നത്. മദീനയിൽ ജനിച്ച് മദീനയിൽ തന്നെ ജീവിച്ച് മദീനയിൽ തന്നെ വഫാത്തായ മഹാനാണ് 2-ാം മദ്ഹബിന്റെ ഇമാമുകളിൽ 2-ാമനായി അറിയപ്പെട്ട ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉസ്താദായ ഇമാം മാലിക് റഹിമഹുല്ലാ. അദ്ദേഹം ഹദീസിൽ അഗ്രേസരായിരുന്നു. ഹദീസിന്റെ വിഷയത്തിന് വേണ്ടി പഠനത്തിനും പഠിപ്പിക്കാനും വേണ്ടി ജീവിതത്തിന്റെ സമയങ്ങൾ ധാരാളം മാറ്റിവെച്ച വ്യക്തിത്വമായിരുന്നു. നമുക്കൊക്കെ അറിയാം, അൽ മുവത്ത എന്ന് പറയുന്ന കിതാബ് ഹദീസ് ക്രോഡീകരണത്തിൽ രചിക്കപ്പെട്ട 1-ാമത്തെ കിതാബാണ്. അത് ഇമാം മാലിക്കിൻ്റെതാണ്. ഇമാം മാലിക് റഹിമഹുല്ലാ ആ കിതാബ് രചിച്ചു. ഒരുപാട് സമയം ഹദീസിന്റെ പഠനത്തിന് വേണ്ടി മാറ്റിവെച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. പക്ഷെ അദ്ദേഹം റമദാൻ മാസമായി കഴിഞ്ഞാൽ തൻ്റെ ഹദീസ് പഠനവും അതിൻ്റെ ദർസും മാറ്റിവെക്കും. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പഠിക്കാനും പാരായണം ചെയ്യാനും വേണ്ടി സമയം മാറ്റിവെക്കുമായിരുന്നു. കാരണം ഒരു മാറ്റിവെക്കുന്ന സമയം എന്താണ്? പരലോകത്തേക്ക് ഉപകാരമുള്ളത് പോലും അവർ മാറ്റിവെച്ച് ഖുർആന് വേണ്ടി സമയം കണ്ടെത്തും. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി റമദാൻ മാസമായി കഴിഞ്ഞാൽ എത്ര വട്ടം ഖുർആൻ ഓതി തീർക്കാറുണ്ട് നിങ്ങൾക്ക്? 60 വട്ടം. 1, 2, 3, 6 അല്ല, 60 തവണ ഓതി തീർക്കാറുണ്ടായിരുന്ന. അപ്പോൾ ഈ 60 വട്ടം ഓതി തീർക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ ചില ആളുകൾ തോന്നുന്നതൊക്കെ തള്ളാണ്. 60 എന്തായാലും കയ്യിലല്ലോ, അതെങ്ങനെ നടക്കൂല എന്നാണ്. അപ്പോൾ ഒരു ഷെയ്ഖിനോട്, ഷെയ്ഖിൻ്റെ പേര് ഞാൻ മറന്നു, ഇതൊക്കെ ഉള്ളതാണോ എന്ന് ചോദിച്ചു. ഇത് മാത്രമല്ല, സഹാബികളടക്കം റമദാനായി കഴിഞ്ഞാൽ
ആദ്യത്തെ 10 ഓരോ 3 ദിവസം കൊണ്ട് ഒരു ഖത്തം തീർക്കുന്നവരുണ്ടായിരുന്നു. അവസാന 10 കഴിഞ്ഞാൽ പകലിലും രാവിലും ഓരോ ഖത്തം തീർക്കുന്നവരുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വ്യത്യസ്ത രൂപങ്ങൾ ഖുർആൻ പാരായണത്തിൻ്റെ രീതി മനസ്സിലാക്കുമ്പോൾ കാണാൻ കഴിയും. അപ്പോൾ ആ ഷെയ്ഖ് പറഞ്ഞത്, നിങ്ങൾ ഫോൺ എടുത്തിട്ട് സ്ക്രീൻ ടൈം നോക്കുക. നമ്മളെ ഫോൺ എത്ര ഉണ്ടാവും? ഒരു 10 മണിക്കൂർ അല്ലേ? 10-12 മണിക്കൂറൊക്കെ സ്ക്രീൻ ടൈം ഉണ്ടാവും. വാട്സപ്പാണ് കൂടുതൽ ഉണ്ടാകുക സ്വാഭാവികമായിട്ടും. സ്ക്രീൻ ടൈം കുറേ ഉണ്ടാവും. നമ്മളിങ്ങനെ ഓരോ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ തിരക്കിലുള്ള ഫോൺ ഇങ്ങനെ തോണ്ടുന്നുണ്ട്. അത് മാറ്റി ഖുർആനാക്കിയിട്ടുണ്ടെങ്കിൽ നടക്കും. ഓരൊക്കെ ഹിഫ്ളുള്ള ആൾക്കാരെ ഖുർആൻ അവരാ സമയം മാറ്റിവെക്കുന്ന ഖുർആന് വേണ്ടി സമയം മാറ്റിവെക്കും എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി മാറ്റിവെക്കുന്നവരാണ്. ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി കുറഞ്ഞ സമയം ഉപയോഗിക്കുള്ളൂ. ബാക്കി മൊത്തം എന്ത് ചെയ്യും? ഖുർആന് വേണ്ടി അവർ മാറ്റിവെക്കും. അങ്ങനെ കഴിയും. നമ്മൾ അങ്ങനെ മാറ്റിവെക്കുന്നില്ലെങ്കിൽ കുറേയൊക്കെ സമയം മാറ്റിവെക്കാൻ കഴിയണം. ഞാൻ പറഞ്ഞു വരുന്നത് സഹോദരിമാരെയും നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കണം. സാധ്യമാകുമ്പോൾ നിങ്ങൾ ഇന്ന് പോയിട്ട് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് എത്തിയാൽ നിങ്ങൾ ഖുർആൻ എടുത്ത് മുന്നിൽ വെക്കുക. എന്നിട്ട് നിങ്ങൾ ഫോണിൽ ടൈമർ ഓണാക്കുക. എന്നിട്ട് ഒരു പേജ് ഓതുക. ഒരു പേജ് ഓതി കഴിയുമ്പോൾ എത്ര ടൈമായി നോക്കുക. ആവറേജ് ഒരാൾക്ക് 2-ന്റെയും 3-ന്റെയും മിനിറ്റിനിടയിലാണ് ഒരു പേജ് ഓതാൻ വേണ്ടി വരിക. അതിനേക്കാൾ കുറവ് സമയം വേണ്ടവരുണ്ടാകും. ചില ആളുകൾ കൂടുതൽ സമയം വേണ്ടവരൊക്കെ ഉണ്ടാകും. അപ്പോൾ 3 മിനിറ്റ് നമുക്ക് ആവറേജ് എടുത്താൽ ഒരു ജ്യൂസ് തീർക്ക് എത്ര മിനിറ്റ് വേണം? 3 മിനിറ്റാണല്ലോ ഒരു പേജിന്. എത്ര പേജുണ്ട് ഒരു ജ്യൂസ്? 20 പേജ്. അപ്പോൾ 20നെ 3 കൊണ്ട് ഗുണിച്ചാൽ 60 മിനിറ്റ്. 1 മണിക്കൂറാണ് ഒരു ജ്യൂസിന് വേണ്ടത്. അപ്പോൾ നമുക്കത് കിട്ടി. ഇനി നമ്മൾ തീരുമാനിക്കേണ്ടത് റമദാനിൽ എത്ര മണിക്കൂർ ഞാൻ മാറ്റിവെക്കും. 24 മണിക്കൂറാണ് നമുക്കുള്ളത്. 24 മണിക്കൂറിൽ എത്ര മണിക്കൂർ എനിക്ക് ഖുർആനിന് വേണ്ടി മാറ്റിവെക്കാൻ കഴിയും? റമദാൻ മാസം കഴിയുമ്പോൾ ഒരു ഖത്തം മാത്രമാണ് തീർത്തതെങ്കിൽ നിങ്ങൾ ആകെ 24 മണിക്കൂർ ഡെയിലി ഉണ്ടായിട്ട് ഒരു 30 ദിവസത്തിൽ 24 മണിക്കൂർ വെറും 30 മണിക്കൂർ മാത്രമേ മാറ്റി വെച്ചിട്ടുള്ളൂ. നമ്മളെ അവസ്ഥ എന്താ? വളരെ പരിതാപകരമാണ് ശരിക്കും. റമദാനിൽ മാത്രം ഖത്തം തീർക്കുന്ന ആളുകളാണ് പല ആളുകളും. റമദാൻ ഒരു ഖത്തം തീർത്തൽ ഭയങ്കര സംഭവിച്ചാണ് പറയാം. ശരിക്കും റമദാൻ ഒരു ഖത്തം തീർക്കുക വലിയ സംഭവമല്ല. എല്ലാ മാസവും ഒരു ഖത്തം തീർക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സ്വഹാബികളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ 3 ദിവസത്തിൽ കുറഞ്ഞ ദിനങ്ങൾ കൊണ്ട് ഖുർആൻ ഓതി തീർക്കാൻ പാടില്ല. ഇത് ഓർഡറാണ്. ഇതെന്താ പറയാൻ കാരണം അറിയോ? ചില സ്ത്രീകൾ വന്നിട്ട് റസൂല് പരാതി പറഞ്ഞു, റസൂലെ എൻ്റെ ഭർത്താവ് വെറും ഖുർആനോത്താണ്, കുടുംബക്കാർ ശ്രദ്ധിക്കണില്ല. അപ്പോൾ ഈ പരാതി വന്നപ്പോൾ റസൂൽ പറഞ്ഞു, എന്ത് നിങ്ങൾ 3 ദിവസത്തിൽ കൂടുതൽ ചെയ്യാൻ പാടില്ല, ഖത്തം തീർക്കാൻ ഉപയോഗിക്കാൻ പാടില്ല. ഇത് റമദാനിലല്ല. സാധാ മാസങ്ങളിൽ 3 ദിവസം കൊണ്ട് ഖത്തം തീർക്കുന്നവരുണ്ടായിരുന്നു. അതിനേക്കാൾ കുറവ്. നമ്മളോ ഒരു ദിവസം എത്ര മണിക്കൂർ എത്ര പേജ് ഓതും നമ്മൾ. അങ്ങനെ ഉണ്ടായതുകൊണ്ട് അവരോട് നിങ്ങൾ 3 ദിവസത്തിൽ കുറഞ്ഞ ദിവസം കൊണ്ട് ഓതി തീർക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ആ റസൂൽ പറഞ്ഞു റമദാൻ ഇതൊന്നും അല്ല. റമദാൻ എന്ന് പറഞ്ഞാൽ ഇതൊന്നും ബാധകമല്ല. റമദാൻ പരിപൂർണ്ണ വിഭാഗത്തിന് വേണ്ടി മാറ്റി വെക്കേണ്ട സമയമാണ്. ഭാര്യ ഭർത്താക്കന്മാർ അവരെ പിന്നെ മറ്റു കാര്യങ്ങളൊന്നും പകൽ സമയത്ത് ശുഗലില്ല. ആ സമയം അവർ ഉപയോഗിക്കാൻ വേണ്ടി അവസാനത്തെ 10 കഴിഞ്ഞാൽ രാത്രിയും പിന്നെ അതിനില്ല, ഒക്കെ മാറ്റി വെക്കുകയാണ്. ഖുർആൻ ഇറങ്ങിയ മാസത്തെ ഖുർആനുമായി നന്നായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ മാസത്തിൽ കൂടുതൽ ഓതിയിരുന്നു. ഇന്ന് ഹറമിൽ ഖുതുബ നടന്നത് ശൈഖ് മഹൽ മുഅത്തലി ഹഫിളഹുല്ലാ, അദ്ദേഹം റമദാനോട് മുന്നൊരുക്കം നടത്താൻ വേണ്ടി നിർദ്ദേശമാണ് നൽകിയത്. അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. റമദാൻ മാസം ഖുർആനിൻ്റെ മാസമാണ്, നിങ്ങൾ അതിനുവേണ്ടി സമയം മാറ്റി വെക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമയം മാറ്റി വെച്ചിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുർആൻ പരിശോധിക്കാൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുമായിരുന്നു. പ്രവാചകൻ യതദാറസുൽ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊടുക്കും, അതിങ്ങനെ പുതുക്കുമായിരുന്നു എന്നാണ്. ധാരാളമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതാറുണ്ടായിരുന്നു. സഹാബികളൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മൾ തീരുമാനിക്കേണ്ടത് എത്ര മണിക്കൂർ എനിക്ക് മാറ്റി വെക്കാൻ പറ്റുന്നതാണ്. ഈ റമദാനിൽ എത്ര മണിക്കൂർ? നമ്മളുടെ തിരക്ക് നമ്മൾക്കറിയാം. നമ്മൾ ബാക്കിയുള്ളവരൊന്നും നോക്കണ്ട. നമുക്ക് ജോലി സമയം രാവിലെ ഇത്ര മണി മുതൽ ഇത്ര മണി നമുക്ക് ജോലിയുണ്ട്. ആ ജോലി സമയത്ത് ചില ആളുകൾക്ക് ഖുർആനൊന്നും തുറന്നു നോക്കാൻ പറ്റാത്ത തിരക്കുള്ള ജോലി ഉണ്ടാവും. വേറെ ചില ആളുകളൊക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ കുറേ ഫ്രീ ടൈം ഒക്കെ ചിലപ്പോൾ കിട്ടും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലിയാണെങ്കിൽ ആ സമയത്തൊക്കെ എന്ത് ചെയ്യുക, ഒരു സാധിക്കുമെങ്കിൽ ഒരു ഖുർആൻ നമ്മുടെ കയ്യിൽ വെക്കുക, അല്ലെങ്കിൽ ഫോണിൽ ഇങ്ങനെ എന്ത് ചെയ്യുക, നന്നായിട്ട് പാരായണം ചെയ്യുക. ഇപ്പോൾ ഒരുപാട് സൗകര്യങ്ങൾ നമ്മുടെ അടുത്തുണ്ട്. ചില ആപ്പുകളിൽ നമ്മൾ എത്ര തവണ ഓടി തീർക്കും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ നമ്മൾ ഇങ്ങോട്ട് റിമൈൻഡ് ചെയ്യും. നമ്മൾ 2 ദിവസം ഖത്തുനിന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ ഒരു ദിവസം 40 പേജ് ഓതണമല്ലോ. അപ്പോൾ നമ്മളെ ഫോണിൽ ആ പേജ് ഓതി തീർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ റിമൈൻഡ് ചെയ്യും, 16 പേജ് ബാക്കിയുണ്ട് കേട്ടോ,
ഇങ്ങോട്ട് പറയും നമ്മളോട്. അതിന് അടുത്ത ദിവസം നോക്കുമ്പോൾ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ കാണിക്കും. അപ്പം നമുക്ക് തന്നെ തോന്നും ഇത് ഇങ്ങനെ പിന്നെ പോയാൽ ശരിയാവില്ലല്ലോ. പിന്നെ അവസാനം നോക്കി അടങ്ങാറായിട്ട് ആപ്പ് അൺഇൻസ്റ്റാൾ അല്ല വേണ്ടത്, ഒരു തീർക്കാണ് വേണ്ടത്. ഇതിപ്പോൾ നമ്മളതാണ് ചെയ്യുക, ഇത് അലാക്ക് ഇങ്ങനെ അടങ്ങാറായിക്കാണല്ലോ വെച്ചിട്ട് ഒരു ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യും. അതല്ല നമ്മൾ ചെയ്യേണ്ടത്. ഒരുപാട് സൗകര്യങ്ങൾ ഇന്നുണ്ട്. ഫഹദ്ദിസാണ്, കിട്ടിയ നിയമത്ത് നമ്മൾ ആൾക്കാർക്ക് അറിയിക്കണം. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല യൗമഇദിൻ അനിൻ നഈം, ഈ നിയമത്ത് അറിയിക്കുകയും വേണം, ആ നിയമത്ത് പടച്ചവൻ ചോദിക്കുകയും ചെയ്യും. ഇതൊക്കെ നിയമത്താണ്. നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണ് അത് വളരെ വില കൂടിയ സ്മാർട്ട് ഫോൺ ആയിരിക്കും, അതിലൊരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളിങ്ങനെ പറയുന്നത് എൻ്റെ ഫോണ് അതാണ്, എൻ്റെ ഫോൺ ഇതാണ്, ഇതിലിതുണ്ട്. എന്തിനൊക്കെ തന്നത്? അതൊക്കെ ദീനിയായ കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നഷ്ടക്കാരാണ്. പടച്ചവൻ ചോദിക്കും, ഒരു സംശയവും വേണ്ട. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടി കഴിയണം. അപ്പം നമ്മൾ തീരുമാനിക്കേണ്ടത് ഈ റമദാനിലെ എത്ര മണിക്കൂറുകൾ എനിക്ക് ഖുർആനിന് വേണ്ടി മാറ്റിവെക്കാൻ കഴിയും. നമ്മുടെ ജീവിത തിരക്കുകൾ നമ്മളൊന്ന് പരിശോധിച്ചിട്ട് എൻ്റെ റമദാനിൽ ഇത്ര മണിക്കൂർ ഞാൻ മാറ്റി വെക്കുമെന്ന് തീരുമാനിക്കുക. അത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. ഞാൻ ഇത്ര ഖത്തം തീർക്കും, അത് തീർത്തിരിക്കണം. നമ്മൾ അത് തീർക്കാൻ എത്ര ബാക്കോട്ടാകുന്നുള്ളതൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയണം. ഓരോ ദിവസം കഴിയുമ്പോഴും രാത്രി ഉറങ്ങും മുമ്പ് നമ്മൾ അന്ന് തീർക്കേണ്ടത് ഒരു തീർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് തീർത്തിട്ട് ഉറങ്ങിയാൽ മതി. അങ്ങനെ തീരുമാനിച്ചാൽ നടക്കും ഇൻഷാ അല്ലാഹ്. നമ്മൾ നന്നായി മനസ്സ് വെച്ചാൽ അത് നടക്കും. കാരണം നമ്മൾ തീരുമാനിച്ചാൽ മാത്രമേ ഇത് നടക്കുള്ളൂ. നമ്മളിങ്ങനെ റമദാനാകുമ്പോൾ പിന്നെ എപ്പോഴും ഇങ്ങനെ അയക്കണ കുറേ മെസ്സേജ് ഉണ്ട് അല്ലേ. 20 പേജാണ് ഒരു പിന്നെ ജുസ്, 5 നേരത്തെ നിസ്കാരമാണ്, ഒരു വക്തിൻ്റെ സമയത്ത് 4 പേജ് ഓതിയാൽ നമുക്ക് ഒരു കഥ തീർക്കാൻ കഴിയും. ആ മെസ്സേജ് എല്ലാ റമദാൻ വാട്സ്ആപ്പ് ഫാമിലി ഗ്രൂപ്പിലും നാട്ടിലെ ഗ്രൂപ്പിലേക്ക് അയക്കും. എല്ലാവരും അയക്കലുണ്ട്, സ്റ്റാറ്റസൊക്കെ വെക്കും. പക്ഷെ നമ്മളത് ചെയ്യൂല. അതുകൊണ്ട് നമ്മളത് കണ്ടിട്ട് കുറേ ആൾക്കാർ ചിലപ്പോൾ ചെയ്ത് തീർത്തിട്ടുണ്ടാവും. അതൊക്കെ പ്രാക്ടിക്കബിളായ കാര്യമാണ്. നിങ്ങൾ നോക്കൂ, എത്ര സൗകര്യമുണ്ട് നമുക്ക്. റമദാൻ നമാസിൽ അത്താഴം കഴിക്കാൻ നമ്മൾ എഴുന്നേൽക്കും. അത്താഴം കഴിക്കാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അത്താഴം കഴിഞ്ഞിട്ടുള്ള സമയം നമുക്കുണ്ട് ഓതാൻ വേണ്ടി. എപ്പോഴാണ് അത്താഴം നിർത്തേണ്ടത്? വിശ്വാസം വിളിച്ചത് നിങ്ങൾ ബാങ്കിനെ അടുപ്പിക്കണം എന്ന് പറഞ്ഞില്ലേ. ഈ അടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ ബാങ്ക് വിളിച്ചിട്ട് നിർത്താനല്ല. ഈ പണ്ടൊക്കെ പറയും നോമ്പെടുത്തുന്ന സമയത്ത് ബാങ്ക് വിളിച്ചാൽ ബാങ്ക് തുടങ്ങി വേമ്പ് വെള്ളം കുടിച്ചോന്ന് പറയും. നേരം വൈകി എണീച്ചിട്ട് അത്താഴം കഴിക്കാനേ. അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല കേട്ടോ, അത് വേറെ വിഷയം. നിങ്ങൾ അഹ്കാമുകൾ നിങ്ങൾ വേറെ പഠിക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ബാങ്കിലേക്ക് അടുപ്പിക്കാൻ പറഞ്ഞത്. ആ പ്രവാചകൻ അത്താഴം എങ്ങനെയായിരുന്നു? സഹബ എന്ന് പറഞ്ഞത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്താഴവും സുബ്ഹി ബാങ്കിൻ്റെയും ഇടയിൽ 50 ആയത്തുകൾ ഓതാനുള്ള സമയമുണ്ടായിരുന്നു. അതെങ്ങനെ അവർക്ക് മനസ്സിലായത്? റസൂൽ ഖുർആൻ ഓതുമായിരുന്നു, സഹാബികൾ ഓതുമായിരുന്നു. ഒരിങ്ങനെ ഓതി 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 50 ആയത്തെത്തുമ്പോൾ ബാങ്ക് കൊടുക്കും. ചെറിയ ആയത്തുകൾ കേട്ടോ, 50 വലിയ ആയത്തല്ല. അപ്പോൾ ആ സമയം ഖുർആൻ ഓതാനുള്ളതാണ്. അതല്ലാതെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ അത്താഴം കഴിഞ്ഞ് ഇനിയിപ്പോൾ ബാങ്ക് കൊടുക്കാൻ 10 മിനിറ്റ് ഉണ്ട്, ബാങ്ക് ജമാഅത്തിന് 20 മിനിറ്റും ഉണ്ട്, 30 മിനിറ്റ് ഉണ്ട്. അപ്പോൾ 20 മിനിറ്റ് ഉറങ്ങാം, എന്നിട്ട് എണീച്ച് പള്ളിയിൽ പോയാൽ മതി. ഇതപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുക. രാവിലെ എണീച്ച് ഡ്യൂട്ടിക്ക് കൊണ്ടാണല്ലോ. ആ സമയം ഉറങ്ങാനുള്ളതല്ല, ആ സമയം ഖുർആൻ ഓതാനുള്ളതാണ്. അപ്പോൾ 20 മിനിറ്റ് അവിടെ കിട്ടുകയാണെങ്കിൽ, 20 മിനിറ്റ് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ 30 മിനിറ്റ് കിട്ടുകയാണെങ്കിൽ 10 പേജ് അവിടെ കഴിഞ്ഞു. ഇനി ജമാഅത്തിന് സുബഹി നമസ്കരിക്കാൻ പള്ളിയിലേക്ക് ഇത് പ്രവാചകൻ പറഞ്ഞില്ലേ, മനസ്സല്ല ഖദാത ജമാഅ, ആരെങ്കിലും സുബഹി നമസ്കാരം ജമാഅത്തായി നമസ്കരിച്ചു, ഫുമ്മ ഖഅദ യദ്കുറുല്ലാഹ ഹത്താ തത്ലുഅ ശംസ്, സൂര്യൻ ഉദിക്കും വരെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഖുർആൻ ഓതിയും അദ്കാറുകൾ ചൊല്ലിയും അവൻ പള്ളിയിൽ തന്നെ ഇരിക്കുന്നു. എന്നിട്ട് ഫുമ്മ സല്ലാ റകഅതൈൻ, സൂര്യൻ ഉദിച്ചു ഉയർന്നു കഴിഞ്ഞാൽ 2 റക്അത്ത് ഇശ്റാഖ് നമസ്കരിച്ചാൽ അവരുടെ ഹജ്ജും ഉംറയും ചെയ്ത പരിപൂർണ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുന്നതാണ്. സുബഹിന്റെ ജമാഅത്ത് കഴിഞ്ഞിട്ട് ഇശ്റാഖിനിടയിൽ ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 25-35 മിനിറ്റൊക്കെ നമുക്ക് കിട്ടുക. അപ്പോൾ ആ സമയം നമ്മൾ അദ്കാർ സ്വഭാവം കഴിഞ്ഞിട്ട് ഖുർആൻ ഓതാൻ നമ്മൾ തീരുമാനിക്കുകയാണ് എങ്കിൽ സുബഹി കഴിഞ്ഞ് ഇശ്റാഖോട് കൂടി നമുക്ക് ഒരു ജ്യൂസ് അവിടെ തീർക്കാൻ നമുക്ക് സമയം കിട്ടി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യും. ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബാങ്ക് വിളിക്കുമ്പോൾ തന്നെ ഞാൻ ജോലിക്ക് ഒക്കെ നിർത്തിയിട്ട് പള്ളിയിലേക്ക് എത്തും. സാധാരണ ലഞ്ച് ബ്രേക്ക് ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ ഉണ്ടാവും ഓഫീസിൽ. ഇപ്പോൾ ലഞ്ച് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ പള്ളിയിലേക്ക് എത്തുക. ആ സമയം ഓതാൻ ഉപയോഗിച്ചാൽ അവിടെയും നമുക്കൊരു ഒരു ജ്യൂസ് ഓതാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഓരോ സമയത്തും മഗ്രിബിൻ്റെ സമയത്ത് പിന്നെ നോമ്പ് തുറക്കാൻ തിരക്കായിരിക്കും. ഇശ കഴിഞ്ഞാൽ പിന്നെ തറാവീഹ് കഴിഞ്ഞാൽ ഒക്കെ നമുക്ക് ഒരുപാട് സമയങ്ങളുണ്ട്. അപ്പോൾ ഈ സമയത്തിൽ ഏതൊക്കെ സമയം എനിക്ക് ഖുർആൻ ഓതാൻ വേണ്ടി മാറ്റിവെക്കാൻ പറ്റും, എനിക്ക് എത്ര മണിക്കൂർ മാറ്റിവെക്കാൻ പറ്റുമെന്ന് നമ്മൾ ഒരു പ്ലാൻ സെറ്റ് ചെയ്യണം. അതിപ്പോൾ സെറ്റ് ചെയ്യണം നമ്മൾ.
അത് തീർക്കാൻ നമ്മളൊരു തീരുമാനമെടുക്കണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം ഖുർആനാണ് ഏറ്റവും നന്നായി നമ്മൾ ബന്ധം പുലർത്തേണ്ട ഒരു വിഷയം റമദാൻ മാസത്തിൽ. രണ്ടാമത്തെ കാര്യം, ഖുർആൻ പാരായണത്തോടൊപ്പം തന്നെ ഖുർആൻ പഠനത്തിനും നമ്മൾ സമയം കണ്ടെത്തണം. കാരണം വിശുദ്ധ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു ആണല്ലോ. നിങ്ങളുടെ ഉന്നതനാരാണ്? ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. തിരക്കെല്ലാവർക്കും ഉണ്ടാവും, തിരക്കാർക്കും ഇല്ലാണ്ട് പോല. അതിൻ്റെ ഇടയിൽ സമയം കണ്ടെത്തണം. ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളിൻ്റെ പിന്നെ പരീക്ഷ കഴിഞ്ഞ സൂറത്തുൽ അംബിയാഇൻ്റെ പരീക്ഷ കഴിഞ്ഞിട്ട് റാങ്ക് കിട്ടിയതിൽ ഒരാൾ ഒരു ഡോക്ടറാണ്, ഒരു ലേഡി ഡോക്ടറാണ്. അപ്പോൾ അവരെ ഫൈനൽ എക്സാം പിന്നെ ഈ 4 ആളുകൾ ഒരേ മാർക്കിലെത്തി, ഒരേ റാങ്കിലെത്തിയപ്പോൾ അതിൽ ഫസ്റ്റും സെക്കൻഡും തേർഡും പിന്നെ നിശ്ചയിക്കാനും വേണ്ടിയിട്ട് വൈവ നടത്തിയിരുന്നു. അതിൽ ഈ ഉള്ളവനും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ വൈവ നടത്തിയിട്ടപ്പോൾ ഫസ്റ്റും സെക്കൻഡും തേർഡും തീരുമാനം നമ്മളാകെ ഇടങ്ങറായി. ചോദ്യം ചോദിക്കുന്ന സമയത്ത് ചോദ്യത്തിന് പൂർത്തിയാക്കാൻ ഉത്തരം വരും. സാധാരണ പരീക്ഷയ്ക്ക് പല ആളുകൾക്കും ഉത്തരം എഴുതാൻ കഴിയുന്ന പ്രത്യക്ഷത്തിലെ ചോദ്യങ്ങൾ ഉണ്ടാകുക. ഇത് നമ്മൾ വളരെ മൈന്യൂട്ടായ കാര്യങ്ങളും ചില വാക്കുകളുടെ ജമ്മൊക്കെ നമ്മൾ ചോദിക്കും. അതൊക്കെ വളരെ സിമ്പിളായിട്ട് പറയണ ഇവർ. അപ്പോൾ ഡോക്ടർ വളരെ തിരക്കുള്ള ഡോക്ടറാണ്. കഴിഞ്ഞ വർഷവും സെക്കൻഡ് റാങ്ക് കിട്ടിയാണ് ഡോക്ടർ. ഒരു ഡോക്ടർക്കാണ് പിന്നെ ഈ വർഷം റാങ്ക് കിട്ടിയ ഒരാൾ. വേറൊരാൾ ഒരു സാധാരണക്കാരൻ, ഇസ്റ്റം യൂത്തിൻ്റെ ഒരു മണ്ഡലം പ്രസിഡന്റാണ് അദ്ദേഹം, എറണാകുളം ജില്ലയിലുള്ളത്. കഴിഞ്ഞ വർഷം ഫസ്റ്റ് കിട്ടിയില്ല, ഈ വർഷം തേർഡാണ് കിട്ടിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലി തിരക്കിനിടയിൽ അദ്ദേഹം പിന്നെ ഖുർആൻ പഠിക്കാൻ സമയം കണ്ടെത്താറുണ്ട്. നമുക്കൊക്കെ കഴിയും, ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ ഈ റമദാൻ മാസത്തിൽ ഇത്ര പഠിക്കും നമ്മൾ തീരുമാനിച്ചാൽ മതി. ഒന്നും വേണ്ട, ഞാൻ ഇത്ര സൂറത്തിൻ്റെ അർത്ഥം പഠിക്കും എന്തെങ്കിലും തീരുമാനിക്കുക. നിങ്ങൾ നോക്കുക, നമ്മുടെ മുമ്പിൽ വിശുദ്ധ ഖുർആൻ പിന്നെ പരിഭാഷകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ നിങ്ങളൊക്കെ ജിദ്ദയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ടൊക്കെ ഹാജിമാർക്ക് ഖിദ്മത്ത് ചെയ്യാൻ ചിലപ്പോൾ അവസരം കിട്ടുന്ന ആളുകളൊക്കെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാകും. കുറേ ആളുകൾ ഖുർആനും അതിൻ്റെ പരിഭാഷയും ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. നമ്മൾ കുറേ ആൾക്കാർക്ക് ഇങ്ങനെ ഖുർആൻ പരിഭാഷ എങ്ങനെ കൊടുക്കും? നമ്മൾ എത്ര സൂറത്ത് ഓതി, ഇതിനകത്ത് എത്ര സൂറത്ത് പഠിച്ചു? അത് വലിയ ചോദ്യചിഹ്നമാണ്, വലിയ ചോദ്യചിഹ്നമാണ്. അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കുക, ഇത്ര സൂറത്ത് ഞാൻ എന്ത് ചെയ്യും? ഓതി പഠിക്കും, അർത്ഥം പഠിക്കും. ഇപ്പോൾ ഖുർആൻ പിന്നെ വിജ്ഞാന പരീക്ഷകൾ വിസ്ഡം സ്റ്റുഡൻസ് വർഷങ്ങളിൽ നടത്താറുണ്ട്. അതിന് രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചാൽ മതി. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുമ്പോൾ ഒന്നുകൂടി ഉഷാറുണ്ടാവും. അപ്പോൾ അങ്ങനെ പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. ഖുർആൻ പഠനം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. പാരായണത്തോടൊപ്പം തന്നെ പഠനത്തിന് നമ്മൾ സമയം കണ്ടെത്തിയാണ് റമദാൻ മാസത്തിൽ. അപ്പോൾ അതിന് നമ്മൾ സമയം സെറ്റ് ചെയ്യാം. ഓതാൻ ഇത്ര സമയം, പഠിക്കാൻ ഇത്ര സമയം നമ്മൾ തീരുമാനിച്ചാൽ നടക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ ഒരു പ്ലാൻ നമ്മൾ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു വിഷയം, റമദാൻ മാസത്തിൽ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കേണ്ട മറ്റൊരു പ്ലാന്, ഈ ഖുർആൻ ഓതാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തും പോലെ തന്നെ നമ്മൾ ഇപ്പോൾ തന്നെ തീരുമാനിക്കേണ്ട മറ്റൊരു കാര്യം ബഡ്ജറ്റ് പ്ലാനാണ്. റമദാൻ ബഡ്ജറ്റ് അത് നമ്മൾ ഉണ്ടാക്കണം. കാരണം റമദാൻ മാസം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ സാധാരണ നമ്മളവിടെയൊക്കെ തമാശ പറയലുണ്ടല്ലോ, റമദാൻ ശൈത്താനെ കെട്ടിയിട്ടിട്ട് പിരിവാര കഴിച്ചുവിടുന്ന മാസം എന്ന് പറയില്ലേ. ശൈത്താനെ കെട്ടിയിട്ടിട്ട് പിരിവാര കഴിച്ചുവിടുന്ന മാസം എന്ന് പറയില്ല. കാരണം കുറേ പിരിവാർ വരും. പ്രത്യേകിച്ച് പിന്നെ നാട്ടിലേക്കാണെങ്കിൽ ചില 5 വക്തിനും പിരിവായിരിക്കും. ഓരോ ആവശ്യങ്ങൾ കൊണ്ട് പിന്നെ ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ കുറേ ആൾക്കാർ അങ്ങനെ ഇറങ്ങും. എല്ലാ ഭക്തനും പിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ആളുകളൊക്കെ ഇങ്ങനെ കൊടുത്ത് കുടുങ്ങലാണ്. അങ്ങനെ പിരിവുകാർ വരും. ഓരേ പിന്നെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് വരുന്നതാണ് സാധുക്കൾ. അപ്പോൾ നമ്മളെ ആളുകൾ നല്ല മനസ്സിലുള്ള സമയമായതുകൊണ്ട് പിന്നെ കിട്ടുന്ന ആൾക്കാർ വിചാരം നമ്മൾ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കണം റമദാനിലേക്ക്. കാരണം റമദാൻ മാസത്തിലെ ചിലവ് നമ്മൾ മുൻകൂട്ടി തീർത്താൽ മതി. അതായത് റമദാൻ മാസത്തിൽ പിന്നെ നോമ്പ് തുറക്കാൻ വേണ്ട സംഗതികൾ ഒരു മാസത്തിലേക്ക് വേണ്ടത് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളോട് തീരുമാനിക്കുക. അത് ഭാര്യയോട് ചോദിച്ചാൽ മതി എന്തൊക്കെ സാധനം വേണമെന്നുള്ളത്, കറക്റ്റായിട്ട് പറഞ്ഞുതരും. അത് റമദാൻ ഒരു മാസത്തേക്കുള്ള വാങ്ങി വെക്കുക. പിന്നെ റമദാൻ അതിന് വേറെ ചിലവില്ല. പെരുന്നാളായാൽ 30 ദിവസം നോമ്പ് കഴിഞ്ഞാൽ പിന്നെ എന്താവും? ഉറപ്പായിട്ട് പെരുന്നാൾ ഉണ്ടാവും. പെരുന്നാൾ മാറ്റി വെക്കൊന്നുമില്ല. പെരുന്നാൾ പുതിയ ഡ്രസ്സും വേണം. അത് റമദാനായിട്ട് വാങ്ങണമെന്ന് നിയമമൊന്നുമില്ല. അത് ഇപ്പോഴേ വാങ്ങി വെച്ചാൽ ആ ചിലവും കഴിഞ്ഞ്. ഒരു പ്രധാനപ്പെട്ട ചിലവ് അതാണല്ലോ. ഇപ്പോൾ ഡ്രസ്സിൻ്റെ ചിലവ് കഴിഞ്ഞു, നോമ്പുറന്ന ചിലവ് കഴിഞ്ഞു. അങ്ങനെ പ്രധാനപ്പെട്ട ചിലവൊക്കെ ഇപ്പോഴേ തീർത്താൽ ബാക്കി നമ്മുടെ സേവിങ്സിൽ നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും നമ്മൾ തീരുമാനിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സഹാബികൾ പറഞ്ഞില്ലേ, കാന അജ്വദുന്നാസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ജനങ്ങൾ ഏറ്റവും ഔദാര്യവാനായിരുന്നു. പ്രവാചകന് കാറ്റടിച്ച് വീശുന്നത് പോലെ കൊടുക്കുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ ആരൻ? അല്ലാഹുമ്മ ഹീനി മിസ്കീന വ അമിതിനി മിസ്കീന പ്രാർത്ഥിച്ചാണ് റസൂൽ. മിസ്കീനായിക്കൊണ്ട് ജീവിപ്പിക്കണേ, മരിപ്പിക്കണേ. സഹാബികൾ പറയണത്, ഒരു പരിപൂർണ വളർച്ച എത്തിയ ഒരു മനുഷ്യൻ നിവർന്നു നിന്നാൽ പ്രവാചകന്റെ വീട്ടിൻ്റെ ഉത്തരത്തിൽ മുട്ടുന്നതാണ്. അത്ര ചെറിയ വീടാണ്. റസൂലിന്റെ ഹുജറയിലാണല്ലോ 3 ആളുകൾ കിടക്കുന്നത്.
റസൂലും അബൂബക്കർ റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും 4ാമത് ഒരാൾക്ക് കിടക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ആയിഷ ബീവി അവിടെ കിടക്കാത്തത്. അത്ര ചെറിയ വീട് റസൂലിൻ്റെത്, അത്ര ചെറിയ വീടാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് എന്ത് പറഞ്ഞത്? കാറ്റടിച്ച് വീശും പോലെ സദഖ കൊടുത്ത വ്യക്തിത്വമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞാൽ സദഖ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ ഉണ്ടാകേണ്ട ആവശ്യമൊന്നുമില്ല, കുറേ ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുന്നില്ല. പ്രവാചകൻ പറഞ്ഞില്ലേ, ലൈസൽ ഗിന അൻ കസ്റത്തിൽ അർള് വലകിന്നൽ ഗിന ഗിനൻ നഫ്സ്. കുറേ പൈസ ഉണ്ടാകണമെന്നില്ല ഐശ്വര്യം, സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിൻ്റെ സമ്പന്നതയാണ് വലിയ വിഷയം. കൊടുക്കാൻ തീരുമാനിച്ചാൽ ഈ വിസ്ഡം ഹൗസിൻ്റെ ഒക്കെ കളക്ഷനുള്ള സമയത്ത് പിന്നെ നമ്മുടെ നേതാക്കന്മാരൊക്കെ കുറേ ഉദാഹരണങ്ങൾ പറഞ്ഞിരുന്നു. മീൻ കച്ചവടക്കാരൻ 50,000 രൂപ കൊടുത്തത്, പിന്നെ അങ്ങനത്തെ ഒക്കെ കുറേ അവർക്ക് കഴിയുന്നതുകൊണ്ടാണ്. ഒരു മാറ്റിവെക്കാൻ തയ്യാറാണ്ട് കൊടുക്കാൻ റെഡിയാണ്. നമ്മൾ തീരുമാനിച്ചാൽ ഒമയത്തഖില്ല യജ്അൽ ലഹു മഖ്റജ, അല്ലാഹ് എന്ത് ചെയ്യും? ഒരു എളുപ്പം ഉണ്ടാക്കി തരും, ഉറപ്പാണ്. നമ്മൾ നന്മയിലേക്കാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പടച്ചവൻ എൻ്റെ വഴിയൊക്കെ ക്ലിയർ ആക്കി തരും. നമ്മളിങ്ങനെ ഉണ്ട് ആലോചിക്കുക, പിന്നെ ഞാനിപ്പോൾ ഇത് ഇത്ര കൊടുത്താൽ ഇപ്പം എൻ്റെ ഇന്നത്തെ മാസത്തിൽ ഇങ്ങനെ ചിലവായിട്ട് ഇപ്പം മോൻ്റെ അത്ര ഇങ്ങനെ നമ്മളിങ്ങനെ ആലോചിച്ചൊരു അവസാനം എന്തും കൊടുക്കൂല. ഒരാൾ വന്ന് വീട്ടിന് മുറ്റത്ത് വന്നിട്ട് ഓൻ്റെ പായരൊക്കെ പറഞ്ഞ് കേട്ടാൽ ഓനിക്കൊരു 100 രൂപ കൊടുത്തേക്ക് വെച്ചാൽ ഉള്ളിലേക്ക് പോകും. ഉള്ളിലേക്ക് പോകുമ്പോഴായിരിക്കും 100 രൂപ ഓന് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓനിപ്പോൾ എല്ലാ വീട്ടിലും പോയിട്ട് പിരിക്കുന്നതന്നെ ആയിരിക്കില്ല, 50 രൂപ കൊടുത്താൽ മതി. അപ്പോൾ 50 രൂപ എടുക്കാൻ പോയിട്ട് പിന്നീട് അടുത്ത ചിന്തയാണ്, അപ്പോൾ ഓനിപ്പോൾ ഇത് പിള്ളേനായിരിക്കുമോ, ഇപ്പോൾ കള്ളപ്പിരിവാരനായിരിക്കുമല്ലോ, 50 കൊടുക്കണ്ട 10 കൊടുത്താൽ മതി. അവസാനം 5 രൂപ കൊടുക്കുള്ളൂ. 100 കൊടുക്കാൻ വിചാരിച്ച് നമ്മൾ അവസാനം 5 കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ഒരു വിശാലമായ മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് കൊടുക്കാം. ഒരു ബഡ്ജറ്റ്, ഒരു റമദാൻ ബഡ്ജറ്റ് നമ്മൾ ഉണ്ടാക്കണം, എത്ര കൊടുക്കാൻ പറ്റും എന്നുള്ളത് തീരുമാനിച്ച് നടക്കും സഹോദരന്മാരെ. അങ്ങനെ നമ്മൾ തീരുമാനിച്ചാൽ നമുക്ക് അതൊരു വളരെ പ്രധാനപ്പെട്ട, റമദാൻ സ്വതക്കയുടെ കൂടിയ മാസമാണ്. അതിനു വേണ്ടി സമയം നമ്മൾ മാറ്റിവെക്കണം. അതേപോലെ തന്നെ മറ്റൊരു വിഷയം, ഇബാറത്തിൻ്റെ വിഷയത്തിൽ റമദാനിവിടെ മുന്നൊരുക്കം നടത്തുമ്പോൾ നമ്മൾ തീരുമാനിക്കേണ്ടത്, റമദാൻ മാസത്തിൽ ഇബാദത്തുകളിൽ ചില പിന്നെ ഒരു എന്താ പറയുക, ഒരു കൃത്യത നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. സുന്നത്ത് നമസ്കാരങ്ങൾ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണ് നമ്മൾ പല ആളുകൾക്കും. റമദാൻ ആകുമ്പോൾ നമ്മൾ അതിന് സമയം കണ്ടെത്താൻ തയ്യാറാകണം. റവാത്തിബു സുന്നത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഒരു ദിവസം ഒരാൾ 12 റക്അത്ത് നിസ്കരിച്ചാൽ ഓന് സ്വർഗത്തിൽ വീട് പടച്ചോൻ ഉണ്ടാക്കി തരുന്നതാണ്. ആ 12 റക്അത്ത് നിസ്കരിക്കാൻ വലിയ അടങ്ങുറൊന്നുമില്ല, വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റിയ കാര്യമാണ്. അത് റമദാനിൽ നമ്മൾ തുടക്കം കുറിക്കണം. അത് ശീലമില്ലാത്ത ആളുകളുണ്ടെങ്കിൽ അത് റമദാൻ തുടക്കം കുറിക്കണം. ളുഹാ നമസ്കാരം വലിയ പുണ്യമുള്ള വിഷയമാണ്. ളുഹാ നമസ്കാരം നമ്മുടെ ശരീരത്തിലെ മുഴുവൻ സന്ധികൾക്കുമുള്ള സ്വതക്കയാണ് ളുഹാ നമസ്കാരം. അതെല്ലാ ദിവസവും കൊടുക്കാൻ തയ്യാറാകുക നമ്മൾ. ആ നമസ്കാരം ഇഷ്റാഖിന് നമ്മൾ നേരത്തെ കൂലി പറഞ്ഞു, ഹജ്ജ് ഉംറയും ചെയ്ത കൂലി നമുക്ക് കിട്ടും. അതൊക്കെ ശീലമാക്കാൻ നമ്മൾ തയ്യാറാവുക. കാരണം വേറെ തിരക്കോ ഭക്ഷണമോ ആവുന്നില്ല നമുക്ക്. ഇത് ശീലമാക്കി ഇങ്ങനെ പോയാൽ ഈ റമദാനെ കഴിയുമ്പോൾ തുറന്നു കൊണ്ടുപോകാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതേപോലെ സഹോദരിമാരെ ഞാൻ അവസാനിപ്പിക്കാം. വളരെ കുറഞ്ഞ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, റമദാൻ മാസത്തിൽ നമ്മുടെ സമയം നഷ്ടപ്പെടുത്താതിരിക്കാൻ നമ്മൾ സന്നദ്ധമാവുക എന്നുള്ളതാണ്. കാരണം ജനങ്ങൾ നഷ്ടത്തിലാകുന്ന, ജനങ്ങൾ വഞ്ചിതരാകുന്ന, ജനങ്ങൾ അശ്രദ്ധമാകുന്ന 2 അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ റസൂൽ ഒന്ന് പറഞ്ഞ എന്താണ്? അൽ ഫറാഖ്, ഒഴിവ് സമയം എന്നാണ്. യഗ്തനിം ഖംസൻ ഖബ്ല ഖംസ്, 5 കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നെത്തും മുമ്പ് നിങ്ങൾ 5 കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തണം. അതിലൊന്ന് ഫറാഖക ഖബ്ല ശുഗ്ലിക, തിരക്ക് വരും മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ഒഴിവ് സമയത്ത് ഉപയോഗപ്പെടുത്തണം. ഇപ്പം നമുക്ക് തിരക്കുണ്ട്, റമദാനെ കുറിച്ച് തിരക്ക് കുറയും. കാരണം ഭക്ഷണത്തിൻ്റെയും അങ്ങനത്തെ സമയമൊക്കെ പോയല്ലോ. ആ ഒഴിവ് സമയത്തെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. പരമാവധി സമയം ഉപയോഗപ്പെടുത്തുക. അനാവശ്യങ്ങൾ ചെയ്യാനും കിടന്നുറങ്ങാനുമുള്ള സമയമായിട്ട് നമ്മൾ മാറ്റരുത്. നാട്ടിലൊക്കെ ആണെങ്കിൽ ആൾക്കാർ സമയം തേക്കുക, ബീച്ചിൽ പോയി ഇരുന്നിട്ട് പിന്നെ കുറേ സമയം കളയും, ക്ലബ്ബിൽ പോയിട്ട് ക്യാരം ബോർഡ് കളിച്ചിട്ട് അങ്ങനെ സമയം കളയും, പിന്നെ മൊബൈലിൽ കുറേ ഗെയിം കളിച്ചിട്ട്. ഇപ്പോൾ ഇവിടെ പിന്നെ നിങ്ങളെ ഗൾഫിലായതുകൊണ്ട് നിങ്ങളെ നേരങ്ങളിലേക്ക് എനിക്ക് അറിയില്ല. അപ്പോൾ അനാവശ്യമായ സമയം കളയുന്ന സംഗതികളൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് ആ ഒഴിവ് സമയത്ത് നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമ്മൾ സന്നദ്ധമാകേണ്ടതുണ്ട്. അതേപോലെ സഹോദരന്മാരെയും റമദാനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം, നിങ്ങൾ ഹറമിനോട് മക്കയോട് അടുത്ത് നിൽക്കുന്ന ആളുകളാണ്. റമദാൻ മാസത്തിൽ ഒരു ഉംറ നമ്മൾ തീരുമാനിക്കണം. വലിയ സാമ്പത്തിക ബാധ്യത നിങ്ങൾക്കില്ല, നിങ്ങൾക്ക് ഭാഗ്യവാന്മാരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാനുള്ള തൗഫീഖ് നിങ്ങൾക്കെല്ലാം നൽകുമാറാകട്ടെ. വലിയ ഭാഗ്യവാന്മാരാണ് നിങ്ങൾ. ആ ഭാഗ്യം നിങ്ങൾ അനാവശ്യമായി നഷ്ടപ്പെടുത്തരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, പിന്നെ ഉംറത്തുൻ ഫി റമദാൻ തഅദിലു ഹജ്ജതൻ മഇ എന്നാണ്.
സാധാരണ മാസങ്ങളിൽ ചെയ്യുന്ന ഉംറ പോലെയുള്ള റമദാനിലെ ഉംറ. ആ ഉംറയ്ക്ക് ഒരു ഹജ്ജിൻ്റെ കൂലിയുണ്ട്. ഒരു സഹാബ വനിത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വന്നിട്ട് ഒരു കാര്യം ചോദിച്ചപ്പോൾ റസൂൽ അവരുടെ അങ്ങോട്ട് ചോദിച്ചാണ്, പിന്നെ എനിക്ക് ഹജ്ജിന് പോയിക്കൂടെ? അപ്പോൾ സഹാബി വനിത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത് ആകെ 2 ഒട്ടകേ ഉള്ളൂ. ആ ഒട്ടകത്തെയാണ് നമ്മൾ വെള്ളം ശേഖരിക്കാൻ വേണ്ടി ഉപയോഗിക്കൽ. അതിൽ ഒരൊട്ടകത്തെ കൊണ്ട് എൻ്റെ ഭർത്താവും മകനും ഹജ്ജിന് പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവരോട് പ്രവാചകൻ പറഞ്ഞെങ്കിൽ നീ റമദാനിൽ ഒരു ഉംറ ചെയ്യുക. ആ ഉംറ എൻ്റെ കൂടെ ഹജ്ജ് ചെയ്തതിന് തുല്യമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ ഹജ്ജിൻ്റെ കൂലി കിട്ടുന്ന ഉംറ റമദാൻ മാസത്തിൽ നമ്മൾ ചെയ്യാൻ തീരുമാനിക്കുക. വളരെ കുറഞ്ഞ സമയം മാത്രം മതി നിങ്ങൾക്ക്, വളരെ കുറഞ്ഞ ദൂരമേ ഉള്ളൂ. അപ്പോൾ ഒരു ദിവസം നമുക്ക് എന്തായാലും ഒഴിവ് കിട്ടും. ആഴ്ചയിൽ 1-2 ഒഴിവ് ദിവസം എന്തായാലും ഉണ്ട്. അതിലൊരു ദിവസം നമ്മൾ തീരുമാനിക്കുക. കൂടുതൽ സാധ്യമാകുമെങ്കിൽ കൂടുതൽ ചെയ്യാൻ സന്നദ്ധമാവുക. ഉംറകൾ അധികരിപ്പിക്കുന്ന പ്രവാചകൻ നിങ്ങൾ ഹജ്ജും ഉംറയും നിങ്ങൾ അധികരിപ്പിക്കണം. ഒരു ഉംറ അടുത്ത ഉംറക്കിടയിലുള്ള പാപങ്ങൾക്കുള്ള പരിഹാരമാണ്. അതേപോലെ റമദാനിലെ ഉംറയാണെങ്കിൽ ഹജ്ജിൻ്റെ കൂലിയും കിട്ടും. അപ്പോൾ അത് നമ്മുടെ ഒരു റമദാൻ പ്ലാനറിൽ ആ ഉംറ നമ്മൾ രേഖപ്പെടുത്തണം. സാധ്യമാകുമെങ്കിൽ കുടുംബത്തൊക്കെ കൂട്ടിയിട്ട് എന്ത് ചെയ്യാം, എല്ലാവർക്കും ആ കൂലി നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അതേപോലെ തന്നെ സഹോദരന്മാരെ, മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ റമദാൻ മാസത്തിന് വേണ്ടി നമ്മൾ കുടുംബത്തെ തയ്യാറാക്കുക എന്നുള്ളതാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. പലരും മറന്നു പോകുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങളെയും നിങ്ങളുടെ അഹ്ലുകാരെയും നരകത്തെ തൊട്ട് രക്ഷിക്കണം. അത് എല്ലാവരുടെയും ബാധ്യതയാണ്. ഭർത്താവിൻ്റെ ബാധ്യതയാണ് ഭാര്യയും മക്കളെയും ശ്രദ്ധിക്കുക എന്നുള്ളത്. മക്കളുടെ ബാധ്യത മാതാപിതാക്കളെ ശ്രദ്ധിക്കുക എന്നുള്ളത്. മാതാപിതാക്കളെ മക്കളുടെ കാര്യം, ഭാര്യ ഭർത്താവിൻ്റെ കാര്യം ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് ശ്രദ്ധയുണ്ടാകണം. റമദാൻ മാസത്തിൽ നമ്മൾ മാത്രം എന്തെങ്കിലും ചെയ്താൽ പോരാ. സ്ത്രീകൾക്ക് ഇബാദത്തിന് സമയം കൊടുക്കണം. ഇവിടുത്തെ അവസ്ഥ എനിക്ക് എങ്ങനെയെന്ന് അറിയില്ല. ഗൾഫിലൊക്കെ കുറേ ഫ്രീ ടൈം സ്ത്രീകൾ കിട്ടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സ്ത്രീകളത് ഉപയോഗപ്പെടുത്തണം. നോമ്പ് തുറക്കുള്ള കടിയുടെ എണ്ണമൊക്കെ നമ്മൾ തീരുമാനിച്ചാൽ മതി എത്ര വേണമെന്നുള്ളത്. ഈ റമദാനായി കഴിഞ്ഞാൽ നോമ്പ് തുറന്ന മാസമാണ് ചില ആളുകൾക്ക് കുറേ കടിയുണ്ട് കിട്ടും. അതിൻ്റെ മാസമാണ് റമദാൻ. ഒരു ദിവസം ഒരു 3-4 അതിൻ്റെയൊന്നും ആവശ്യമില്ല, ഒരു കടി മതി. അപ്പം നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഒരു ദിവസം ഒരു കടി മതി. 30 ദിവസം 30 കടി. ചില ഭാര്യമാരൊക്കെ നല്ല കൈപ്പുണ്യമുള്ള കടിയൊക്കെ ഉണ്ടാക്കപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അതൊക്കെ മുതലാക്കുന്ന സമയമാണ് ഭർത്താക്കന്മാർ റമദാൻ പറഞ്ഞാൽ. അത് 30 ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഒരു 30 ദിവസം ഉണ്ടായിക്കോട്ടെ. 30 കൂടി ഒരു ദിവസം ഉണ്ടാക്കണ്ട, ഒരു ദിവസം ഒന്ന് ഉണ്ടാക്കിയാൽ മതി. ആ ഒന്ന് ഉണ്ടാക്കാൻ മഗ്‌രിബ് വാങ്ങിൻ്റെ 1 മണിക്കൂർ മുമ്പ് സമയം കൊടുത്താൽ മതി. അപ്പോൾ ബാക്കിയുള്ള സമയം ഫുള്ള് അവർക്ക് ഓതാനുള്ളതാണ്. അങ്ങനെ സമയം അവർക്ക് കൊടുക്കണം. അത് കുടുംബത്തിനെ തയ്യാറാക്കലാണ്. നീ ഓതണം എന്ന് അവരോട് പറയണം. പരസ്പരം ഒരു മത്സര ബുദ്ധി നമ്മൾക്കുണ്ടാകണം. ഭാര്യ ഭർത്താവിനോട് ചോദിക്കണം, ഭർത്താവ് ഭാര്യയോട് ചോദിക്കണം, എത്ര ആയിൻ, എന്ത് ഖുർആൻ ഓതിയിട്ട് അവിടെ എത്തിയും ചോദിക്കണം, എത്ര ജുസ് ആയി. അപ്പം പറയാം, ഞാൻ 2 ഉള്ളൂ, ഞാൻ 4 ആയി. ആ ഒരു മത്സര ബുദ്ധി എത്ര രസകരമായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ കുടുംബത്തെ തയ്യാറാക്കണം നമ്മൾ. അവർക്ക് ഓതാനും പഠിക്കാനും നമുക്ക് അവസരം കൊടുക്കുക. കുടുംബത്തിന് നമ്മൾ പ്ലാൻ ഉണ്ടാക്കുക. കുടുംബ ഗ്രൂപ്പൊക്കെ ഉണ്ടാവും, വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാവുമല്ലോ. ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചെറിയ മക്കൾക്കൊക്കെ നമ്മൾ അങ്ങോട്ട് ഓഫർ കൊടുത്താൽ മതി. കുടുംബ ഗ്രൂപ്പിൽ ഈ റമദാനിൽ കൂടുതൽ ഖത്തം തീർക്കുന്ന ആളുകൾക്ക് എൻ്റെ വക സമ്മാനം. നിങ്ങൾ വെറുതെ ഗ്രൂപ്പിൽ ഇട്ടോക്ക്, കുട്ടികളുടെ ഏറ്റെടുക്കും. എന്നിട്ട് റമദാൻ മാസത്തിൽ കഴിഞ്ഞ് പെരുന്നാളിൻ്റെ അന്ന് ഒരു ഈദ് സംഗമം വെക്കുക. എന്നിട്ട് ആ പെരുന്നാളിൻ്റെ അന്ന് വിളിച്ചിട്ട് ഇക്കൊല്ലം നമ്മൾ മാഷാ അല്ലാഹ് ഞാനിങ്ങനെ പ്രഖ്യാപിച്ചിരുന്നു, അതിൽ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തത് ഫായിസാൻ്റെ മോൻ അഹമ്മദാണ്, ഓനിക്ക് നമ്മളെ സമ്മാനമൊക്കെ പറഞ്ഞാൽ അത് കുട്ടികൾക്ക് ഭയങ്കര സംഭവമായിരിക്കും. അത് കുട്ടികൾക്ക് മാത്രമല്ല, മൊത്തത്തിൽ വെച്ചോളൂ നിങ്ങൾ. നമ്മൾക്ക് ആകത്തെ ചിലവുണ്ടാകുക. നമുക്ക് ആകെ ചിലവ് സമ്മാനം എന്ന് പറഞ്ഞാൽ വലിയ സമ്മാനം ഒന്നും കൊടുക്കണ്ട, ഒരു 10 റിയാലിന് എന്തെങ്കിലും സാധനം കൊടുത്താൽ മതി. അത് ഒരിക്കൽ ഭയങ്കര സംഭവമായിരിക്കും. നമ്മുടെ ഓഫറിന് ഇട്ടാൽ ആ ഓഫർ വെച്ചിട്ട് കുട്ടികൾ നമ്മുടെ കുടുംബത്തിലെ ഒരു 10 ആളുകൾ ഖുർആൻ ഓതിയാൽ അതിൻ്റെ കൂലി നമുക്ക് കിട്ടില്ലേ? നിസ്സാര വിഷയമൊന്നുമല്ല. ആ ഓഫർ നമ്മൾ ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കുക. നമുക്കൊരു മെസ്സേജിൻ്റെ വില മാത്രമേ ഉണ്ടാവുള്ളൂ. ആളുകൾ ഏറ്റെടുത്ത് അവരത് ചെയ്താൽ വലിയ കൂലിയാണ് നമ്മൾക്കുള്ളത്. അങ്ങനെയൊക്കെയാണ് കുടുംബത്തെ തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തെ തയ്യാറാക്കിയിരുന്നു. അവസാനത്തെ 10 പ്രത്യേകിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സഹാബികൾ പറഞ്ഞില്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന 10ലേക്ക് കടന്നു കഴിഞ്ഞാൽ ശദ്ദ മിഇസറഹു, അരമുണ്ട് മുറുക്കിയെടുക്കും. വഅഹ്യാ ലൈലഹു, രാത്രിയെ ജീവിപ്പിക്കും. പിന്നെ വഅയ്ഖള അഹ്ലഹു, വീട്ടുകാരെണീപ്പിക്കും.
പ്രവാചകന്റെ ഭാര്യമാർ പള്ളിയിലായിരുന്നു ഇത്തികാഫിൽ. പ്രവാചകൻ കുടുംബത്തെ കൂട്ടിയാണ് പോയത്. കുടുംബസമേതം അവർ നന്മയിൽ മത്സരിക്കുകയായിരുന്നു. കുടുംബത്തെ കൂട്ടാനുള്ള പ്രചോദനവും പ്രേരണയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ മാസത്തിൽ നമ്മൾക്ക് നൽകിയിട്ടുണ്ട്. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. റമദാനിലെ അവസാനത്തെ 10 നമ്മൾ ഇത്തികാഫിരിക്കാൻ നമ്മൾ സന്നദ്ധമായാൽ നമ്മുടെ ജോലി തിരക്കെ കുറച്ച് നമ്മൾ മാറ്റി വെക്കുക. സ്വന്തം ബിസിനസ്സൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ അവസാന 10 നമുക്ക് റെഡിയാക്കി വേറെ കേൾപ്പിച്ചിട്ട് പരിപൂർണമായും പള്ളിയിലേക്ക് ഇരിക്കാൻ തയ്യാറാകുക. പള്ളിയെ പോലെ ഒരു ബിസിനസ് നടത്താൻ പാടില്ല. ചില ആൾക്കാർ ഇത്തികാഫിരിക്കാൻ വന്നിട്ട് പിന്നെ ഫുള്ള് ഫോണിലായിരിക്കും. ബിസിനസ്സിൻ്റെ ഞാനില്ലെങ്കിൽ ഒന്നും നടക്കൂല, എന്നാൽ പിന്നെ ആടെ പോയി ഇന്നാ പോലെ എന്തിനാ പള്ളി വന്നിരുന്നത്. അത് ചെയ്യരുത്. മാത്രമല്ല പള്ളിക്കകത്തെ കച്ചവടം ഹറാമാണല്ലോ, അത് വേറെ വിഷയം. ഇത്തികാഫിരിക്കാൻ വന്നിട്ട് കുറ്റം വാങ്ങിയിട്ട് പോകരുത്, അത് നിസ്സാര വിഷയമല്ല. അപ്പോൾ അത് നമ്മുടെ കുടുംബത്തോടൊപ്പം അല്ലെങ്കിൽ ഒറ്റയ്ക്കെങ്കിലൊക്കെ എന്ത് ചെയ്യുക, അവസാന തപ്പത്തിൽ ഒഴിഞ്ഞിരിക്കാൻ നമ്മൾ സന്നദ്ധമാവുക. ഹറമിൽ പോകാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ നാട്ടിലെ അടുത്തുള്ള പള്ളികളിലൊക്കെ നമ്മൾ പോയിരുന്ന് ഇത്തികാഫിരിക്കാൻ കുടുംബത്തെ കൂട്ടിക്കൊണ്ട് അവരെ നന്മയിൽ മത്സരിപ്പിക്കാൻ നമ്മൾ സന്നദ്ധമാകേണ്ടതുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കണം. അങ്ങനെയുണ്ട് നമ്മൾ ആയിക്കഴിഞ്ഞാൽ എത്ര രസകരമായിരിക്കും അത്. ഈ റമദാനിലൊക്കെ കുടുംബത്തെ തയ്യാറാക്കാന്ന് പറഞ്ഞപ്പോഴേ ഒരു ഖുർആൻ പഠനത്തേക്ക് നമ്മളൊരു രീതി ഉണ്ടാക്കിയാൽ മതി. ഖുർആൻ പഠനം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ കുടിക്കണോ, റമദാനിൽ ഫ്ലോങ് പോയി, റമദാൻ മാസത്തിൽ കുടുംബത്തെ തയ്യാറാക്കാൻ നമ്മൾ സന്നദ്ധമാകണം. കുടുംബത്തെ കൂട്ടിയിട്ട് എല്ലാ ദിവസവും നമ്മൾ നേരത്തെ ഖുർആൻ പഠനം കുടുംബസമേതമാക്കി നമ്മൾ ശ്രദ്ധിച്ചു നോക്കൂ. സുബഹി നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ, അല്ലെങ്കിൽ രാത്രി ഇശാ നമസ്കാരം കഴിഞ്ഞ് തറാവീഹ് കഴിഞ്ഞ് വന്നാൽ നമ്മളെല്ലാവരും കൂടി ഇരിക്കുന്നു. ഒരാൾ അമാന തഫ്സീർ എടുക്കുന്നു, ഒരായത്ത് ഓതുന്നു, വിശദീകരണം വായിക്കുന്നു, ഒരു മോൻ ഓതുന്നു, അടുത്ത ആൾ വിശദീകരണം വായിക്കുന്നു, ബാക്കിയുള്ളവർ കേൾക്കുന്നു. അത് ഭയങ്കര രസമായിരിക്കും. അങ്ങനെ കുടുംബത്തോടു കൂടി ഒരു മാഹൗൽ ഉണ്ടാക്കിയെടുത്താൽ നല്ല ശ്രദ്ധയായിരിക്കും അതിലുണ്ടാകുക. അതല്ലാതെ നമ്മളിങ്ങനെ മക്കളോട് ഖുർആൻ ഓതാൻ വേണ്ടി പറയുക, നമ്മൾ ഓതാണ്ടിക്കുക ഉണ്ടാകരുത്. നമ്മളിങ്ങനെ പറഞ്ഞിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിട്ടേ കുടുംബത്തിലെ ആൾക്കാരൊക്കെ ഓതും, നമ്മളിങ്ങനെ സമ്മാനം കൊടുക്കലുണ്ടാവുള്ളൂ, നമ്മളെ ഓത്തില്ലാണ്ട് നിൽക്കരുത്. എല്ലാവരും ഒരേ സമയത്ത് അങ്ങനെ ചെയ്തുകൊണ്ട് മക്കൾക്കൊക്കെ വീട്ടിലൊക്കെ ഒരു ചാർട്ട് ഉണ്ടാക്കിയിട്ട്, അതൊക്കെ സിമ്പിൾ വിഷയമാണ്. ഒരു ചാർട്ട് ഉണ്ടാക്കുക, എന്നിട്ട് 4 മക്കളുടെ 4 ആളെ പേരണ്ട് എഴുതുക, എന്നിട്ട് ഓരോരുത്തർ ഇങ്ങനെ ചെയ്യുന്നതനുസരിച്ച് ടിക്ക് ഇടുക. അപ്പോൾ അല്ലെങ്കിൽ സ്റ്റാർ കൊടുക്കുക. അത് ഈ അൽഫിത്രയിലൊക്കെ കുട്ടികളെ ഉഷാറാക്കാൻ വേണ്ടി ടീച്ചർമാരെ ചെയ്യണ പൊടിക്കൈകളാണ്. അതൊക്കെ വീട്ടിൽ നടപ്പിലാവും. അതൊക്കെ ചെയ്താൽ ആൾക്കാരെന്ത് ചെയ്യും, നന്നായിട്ട് നമ്മുടെ കുട്ടികളൊക്കെ അതിനു വേണ്ടി തയ്യാറാക്കും. അങ്ങനെ കുടുംബത്തെ തയ്യാറാക്കാൻ റമദാൻ മാസത്തിൽ നമ്മൾ സന്നദ്ധമാകേണ്ടതുണ്ട് എന്നാണ് എനിക്ക് വളരെ പ്രധാനമായും ഓർമ്മപ്പെടുത്താനുള്ള ഒരു വിഷയം. അതേപോലെ സഹോദരന്മാർ, ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇത് ഞാൻ കുറേ നന്മകൾ ഉണ്ടാക്കിയെടുക്കാനുള്ള മാർഗ്ഗമാണ് പറഞ്ഞത്. ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് പരലോകത്തേക്ക് പോകുമ്പോൾ ഈ ഉണ്ടാക്കിയ സാധനം അവിടെ ഇല്ലെങ്കിൽ അവസ്ഥ ആലോചിക്കുക. കുറേ ഉണ്ടാക്കിയെടുത്തിട്ട് അവിടെ പോയിട്ടതൊന്നുമില്ല, അത് നഷ്ടമാണ്. ആ നഷ്ടം ഉണ്ടാകാൻ പാടില്ല. 2 കാര്യങ്ങൾ അതിൽ വെച്ച് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്. ഒന്ന്, ശിർക്ക് ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗ്ഗം നിഷിദ്ധം. നമ്മൾ കുറേ നിസ്കരിച്ചു നോമ്പെടുത്തൊക്കെ ചെയ്തു, എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ ബദരീങ്ങളെ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ തീർന്ന കാര്യം. പിന്നെ അതിനെക്കൊണ്ട് ഒരു കാര്യമില്ല. മൊയ്തീൻ ശേഖൻ്റെ കാവലുകൊണ്ടാണ് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞൊരു അവസ്ഥ ഉണ്ടെങ്കിൽ അതിൽ കാര്യമില്ല. അസുഖം വരുമ്പോൾ പിന്നെ ഒരു ഉറുക്ക് കിട്ടുകയാണെങ്കിൽ പിന്നെ പ്രവർത്തനങ്ങളെ കൊണ്ട് കാര്യമില്ല. എല്ലാ നന്മകളും പൊളിച്ച് കളയുന്ന കാര്യമാണ് ശിർക്ക്. അതിന് വലിപ്പ ചെറുപ്പമൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക, റസൂലേ താങ്കൾ ശിർക്ക് ചെയ്താലും താങ്കളുടെ കർമ്മമൊക്കെ പൊളിഞ്ഞു. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അൻആമിൽ 3 ആയത്തുകളിലായി 18 പ്രവാചകന്മാരുടെ പേര് പറയുന്നുണ്ട്. വേറെ ഒരു സൂറത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. 18 പ്രവാചകന്മാരുടെ പേര് പറഞ്ഞു. ആ പ്രവാചകന്മാരുടെയും അവരുടെ കുടുംബത്തെയും മക്കളുടെയും കാര്യം ഓർമ്മിപ്പിച്ചു. അതിനുശേഷം അള്ളാഹു പറഞ്ഞു, വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. ഈ പറയപ്പെട്ട ആരെങ്കിലും ശിർക്ക് ചെയ്താൽ അവരുടെ എല്ലാ കർമ്മങ്ങളും പൊളിഞ്ഞു പോകും. അത് നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തേത്, ശിർക്കൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കാതിരിക്കാനുള്ള വേറെ ചില കാര്യങ്ങൾ. അതിൽ പെട്ടതാണ് ബന്ധം മുറിക്കാതിരിക്കുക എന്നുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് കുടുംബബന്ധമാണ്. കുടുംബബന്ധമാകട്ടെ മറ്റു ബന്ധമാകട്ടെ, മുറിച്ച ആളുകളെ അവരുടെ കർമ്മങ്ങൾ പഠിച്ചു സ്വീകരിക്കില്ല. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, കർമ്മങ്ങളൊക്കെ അള്ളാഹിന്റെ അടുത്തേക്ക് ഉയർത്തി കൊണ്ടുപോകുമ്പോൾ മലക്കുകൾ പോയിട്ട് ആളുകളുടെ കാര്യങ്ങൾ പറയും. ആ ആളുകളുടെ കാര്യം പറയുമ്പോൾ മലക്കുകൾ പറയും, ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഓൻ ഇന്നാളൊരു തെറ്റിക്കാൻ. അള്ളാഹ് എന്താ പറയുക, അങ്ങോട്ട് മാറ്റി വെച്ചേക്ക്,
ബാക്കിയുള്ള ആളത് പറയുന്നു പറയും. ഇവരെ ബന്ധം റെഡിയായാൽ മാത്രമാണ് പിന്നെ പടച്ചോനെ എന്ത് ചെയ്യുക, പരിഗണിക്കുക. അപ്പം നമ്മൾ ബന്ധം മുറിയുന്ന അവസ്ഥ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. നിസ്സാരമായ കാരണങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ബന്ധം മുറിക്കുന്ന ആളുകൾ. കഴിഞ്ഞ ദിവസം പിന്നെ രസകരമായൊരു ബന്ധവിച്ഛേദത്തിൻ്റെ കഥ കേട്ടു. ഞാനവിടെ പറയണില്ല, അതുമായി ബന്ധപ്പെട്ട ചില ആളുകൾ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഞാനത് പറയണില്ല. അതൊക്കെ എനിക്ക് ഭയങ്കര എളുപ്പം. കുറച്ച് ഇങ്ങനെയൊക്കെ ആൾക്കാർ തെറ്റുമോ എന്നുള്ളത്. ഇങ്ങനെയൊക്കെ ആൾക്കാർ ഒരു സ്ഥലത്ത് പോണ സമയത്ത് എന്നെ അറിയിച്ചില്ല എന്ന് പറഞ്ഞാണ് എൻ്റെ ഒരു ചുരുക്കം. പോണ സമയത്ത് മൂപ്പരെ അറിയിച്ചില്ല, അറിയിക്കാണ്ട് പോയി. അതിൻ്റെ പേരിൽ ഇപ്പം ഒരു വർത്താനമല്ല, തെറ്റിയേക്കാണ്. വേറൊരാൾ ഞാൻ ഈ അടുത്ത് പറഞ്ഞാണ്, പിന്നെ ഒരു പരിചയക്കാരനാണ്, അദ്ദേഹം വഴി അറിഞ്ഞാണ്. ഒരാളുമായിട്ട് കണക്ഷൻ ഇല്ല. കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ മൂപ്പരെ കല്യാണം വിളിച്ചില്ല എന്നുള്ളതാണ്. കല്യാണം വിളിക്കാത്തല്ല പ്രശ്നം, കല്യാണം വിളിച്ചിട്ടുണ്ട്, വീട്ടിലൊന്നും വിളിച്ചിട്ടില്ല. ഓനെ ഫോണിലാണ് വിളിച്ചത്. അപ്പോൾ പറയുന്നത് വെച്ചാൽ മറ്റോൻ്റെ പുരക്കുറ്റി വിളിച്ചത്. ഓനാരാ? ഓനാക്കാൾ നല്ല ബന്ധം ഞാനാണ്. എന്നിട്ട് എന്നെ ഫോണിലാണ് വിളിച്ചത്. അപ്പോൾ ഓനിക്ക് ആരാ വലുത്? ഞാനോ? ഓനത് തീരുമാനമായിട്ട് മതി അവനോട് കണക്ഷൻ എന്നാണ്. എനിക്ക് ഓന് പിന്നെ ബന്ധം കല്യാണത്തിനും പോയിട്ടില്ല. നമ്മൾ ആലോചിച്ച് നോക്കി. നിസ്സാരമായ കാരണങ്ങൾ. വേറെ ചില ആൾക്കാർക്ക് ഫഹ്റോ, ഞാനൊരാളെ കുറിച്ച് കേട്ടുന്ന മൂപ്പരും, ഞാൻ പറഞ്ഞ വാക്കാണ്, വാക്കിനെ വിലകളാണ് ഞാൻ ഇനി ഓൻ്റെ പുരക്ക് കാല് കുത്തുള്ള ഞാൻ പറയാം. 4 കൊല്ലായി ഞാൻ പറഞ്ഞ വാക്ക് തെറ്റിച്ചിട്ടില്ല. ഞാൻ ഇതുവരെ കാല് കുത്തിയിട്ടില്ല, അവരുടെ മുണ്ടിയില്ല എന്ന് പറയും. 4 കൊല്ലായി പിന്നെ നിസ്കാരം പഠിച്ചാൽ സ്വീകരിക്കല്ല. അപ്പം അതിൻ്റെ അർത്ഥം ഭയങ്കര ഫഹ്റിൽ പറയാണ്. എന്ത് കാര്യമുണ്ട് സുഹൃത്തുക്കളെ, എന്ത് കാര്യമുണ്ട്? മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലേക്ക് കിടത്തിയിട്ട് വേറെ ആൾ പറയുന്നത് ആരെങ്കിലൊക്കെ എന്തൊക്കെ പുറത്തെടുക്കണം, അതിനോട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അതിന് മുമ്പ് തീർക്കാൻ പറ്റണം. നിസ്സാരമായ കാരണങ്ങൾ, വലിയ കാരണങ്ങളായിക്കോട്ടെ, നമ്മൾ പൊറുക്കലിനെ അവരോട് പോയി ചോദിച്ചാൽ ആളുകൾ സന്നദ്ധമാകും. വളരെ എളുപ്പത്തിൽ കഴിയുന്ന കാര്യമാണ്. 2 കിലോ ആപ്പിളിൻ്റെ പിന്നെ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. ഒരക്കൊക്കെ 2 കിലോ ആപ്പിളും വാങ്ങിയിട്ട് പോയാൽ ചിലപ്പോൾ അത് റെഡിയാവും, അത്രേ ഉണ്ടാവുള്ളൂ. അത് നമുക്ക് വലിയ സന്തോഷമാണ് ഉണ്ടാക്കുക. നമ്മുടെ കർമ്മങ്ങൾ പഠിച്ച സ്വീകരിക്കരുത് മാത്രം മതി. നിസ്സാരമായ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ നഷ്ടപ്പെടുത്തുന്ന, പരലോകത്തേക്ക് പോയിട്ട് അള്ളാഹു കർമ്മങ്ങൾ എണ്ണി കണക്കാക്കുമ്പോൾ അതെല്ലാം നഷ്ടപ്പെടുന്ന ഹതഭാഗ്യരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ആളുകളെ പ്രയാസപ്പെടുത്തൽ നമ്മുടെ കർമ്മങ്ങൾ നഷ്ടപ്പെടുത്തുന്ന 3ാമത്തെ വിഷയമാണ്. റസൂൽ പറഞ്ഞല്ലോ, സഹാബിയോട് ചോദിച്ചു, നിങ്ങൾക്ക് പാപ്പരറിയോ? അത്തദറൂന മനിൽ മുഫ്ലിസ്, മുഫ്ലിസായ ആൾക്കാർ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ സഹാബികളെല്ലാം പറഞ്ഞത്, ഒരു ദിർഹമോ ഒരു വിഭവമോ ഒന്നുമില്ലാത്ത ആൾക്ക് നമ്മൾ പാപ്പർ എന്ന് പറയാം. റസൂൽ അല്ല, അൽ മുഫ്ലിസൂന മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിലെ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ പരലോകത്തേക്ക് നമസ്കാരവും നോമ്പും സക്കാത്തും ഒക്കെ ആയിട്ട് വരുന്ന ആൾക്കാരാണ്. പക്ഷേ ഒരിങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ട് ഞാനിപ്പോൾ സ്വർഗത്തിൽ പോകുന്നതിനെ വിചാരിക്കും. പിന്നെ അള്ളാഹ് കുറേ ആൾക്കാരുടെ കൊണ്ടുവരും. ആരാണവർ? ഇവൻ ചീത്ത പറഞ്ഞ, ഇവൻ പിന്നെ കളിയാക്കിയ, ഇവൻ രക്തം ചിന്തിയ, ഇവന് പ്രയാസപ്പെടുത്തിയ കുറേ ആൾക്കാരാണ്. അവരൊക്കെ വന്നിട്ട് പടച്ചവനോട് പറയും, ഇവനെ നന്മീന്ന പടച്ചവൻ അങ്ങോട്ട് എടുത്തു കൊടുക്കും. എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ആൾ ബാക്കിയായിരിക്കും. പിന്നെ അവൻ്റെ തിന്മ ഇങ്ങോട്ട് എടുത്തു കൊടുക്കും. അവസാനം നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന അവസ്ഥ ആ ആളുകൾക്ക് ഉണ്ടാകും. അത് നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ നാവ് കൊണ്ട് പ്രയാസപ്പെടുത്താൻ വേണ്ടി പാടില്ല. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, നാവിൽ നിന്നും കയ്യിൽ നിന്നും മറ്റുള്ള മുസ്ലിങ്ങൾ രക്ഷപ്പെടുന്നവനാരോ അവനാണ് മുസ്ലിം. നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ കൈ കൊണ്ട് ഒരാൾക്ക് പ്രയാസം ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടിക്കാൻ ശ്രദ്ധിക്കണം. ഞാൻ ഉംറയ്ക്ക് വേണ്ടി വന്ന ആളാണ്. അപ്പോൾ സാധാരണ ഈ ഉംറയ്ക്ക് പോകുന്ന ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് ടൈപ്പ് ചെയ്തിടും, ഞാനിങ്ങനെ ഉംറ പോകാൻ ഉദ്ദേശിക്കുന്നു, പിന്നെ വാക്കാല പ്രവൃത്തിയാലുണ്ടെങ്കിൽ പൊരുത്തപ്പെടുന്ന ഇങ്ങനെ മെസ്സേജ് ഉണ്ടാക്കി. ശരിക്കും അതിൻ്റെ ആവശ്യമില്ലല്ലോ. ശരിക്കും എന്നോടിങ്ങനെ പിന്നെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, സാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെടുന്നതെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അറിവിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ചോദിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ ഉണ്ടെങ്കിലോട് നേരിട്ട് ചോദിക്കും, നിങ്ങൾക്കുണ്ട് എന്നോട് ചോദിച്ചാൽ മതി. അല്ലാണ്ട് വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി മെസ്സേജ് ഉണ്ടാക്കി അയക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾക്ക് ഒരാളെ പ്രയാസപ്പെടുത്തിയിട്ട് നമ്മൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നമ്മളത് അയാളോട് ചോദിച്ച് അയാളോട് പൊരുത്തപ്പെടിക്കണം. എങ്കിലേ പടച്ചോ നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുള്ളൂ. അപ്പം അത് നമ്മൾ അത് ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു പഠിപ്പിച്ച മറ്റൊരു കാര്യമാണ് കർമ്മകൾ പൊളിഞ്ഞു പോകുന്നത് രഹസ്യ ജീവിതത്തിൽ തിന്മകൾ ചെയ്യുന്നവരാണ്. പ്രവാചകൻ പറഞ്ഞു, പിന്നെ എൻ്റെ ഉമ്മത്തിലെ കുറച്ച് ആൾക്കാരെ എനിക്കറിയാം. അവരാരാണ്? വെള്ള തിഹാമ പർവ്വതം പോലെ സ്വരുക്കൂട്ടിയ കർമ്മങ്ങളുമായി അവർ പരലോകത്തേക്ക് വരും. പക്ഷെ അള്ളാഹു എന്ത് ചെയ്യും? അതിനെല്ലാം മൻസൂറ, ചിതറിയ ധൂളികളെ പോലെയാക്കി കളയും. ഒന്നും ഉപകാരം ഉണ്ടാവില്ല. സൗബാൻ റളിയല്ലാഹു അൻഹു പേടിച്ചിട്ട് ചോദിച്ചു, ആരാ റസൂൽ അവർ? സിഫ്ഹും ലനാ ജല്ലിഹിം ലനാ അല്ലാ നകൂന മഅഹും വനഹ്നു ലാ നഅലം, നമുക്കറിയാത്ത കൂട്ടരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതിരിക്കാൻ എന്ന് പറഞ്ഞാന്ന് പറഞ്ഞു.
സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഇന്നകും ഇഖ്വാനുക്കും വമിൻ ജൽദതികും, അവർ നിങ്ങളെപ്പോലെയുള്ളവരാണ്. ഈ ജിദ്ദയിലെ അനസ് ബിൻ മാലിക് സെൻറ്ററിൽ ഇരിക്കണ നമ്മളെപ്പോലത്തെ ആൾക്കാർ നോക്കിയല്ല റസൂൽ അത് പറഞ്ഞത്. റളിയല്ലാഹു അൻഹും വറദു അൻഹും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സർട്ടിഫൈ ചെയ്ത സഹാബികളെ നോക്കി പറയണം, നിങ്ങളെപ്പോലെയുള്ള ആളുകൾ. വയഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ, നിങ്ങൾ രാത്രി നിസ്കരിക്കുമ്പോൾ നിസ്കരിച്ചവർ. പക്ഷേ വലാകിന്നകും അഖ്വാമുൻ ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൻതഹഖൂഹ, അവർക്ക് തിന്മ ചെയ്യാൻ അവസരം കിട്ടിയാൽ അവരത് ഉപയോഗപ്പെടുത്തും. മൊബൈൽ ഫോണിൽ നെറ്റിൻ്റെ നല്ല സ്പീഡുണ്ട്, ചുറ്റും ആളില്ലാന്നുണ്ടെങ്കിൽ അനാവശ്യങ്ങൾ അവർ കാണും. ഇൻസ്റ്റാഗ്രാം തുറന്നു, വാട്സാപ്പ് തുറന്നു, ഹുസൈൻ സലഫിൻ്റെ പ്രസംഗം വന്നിട്ട് ക്ലിക്ക് ചെയ്തായിരിക്കും, അതിൻ്റെ താഴത്ത് വേറെ ഉണ്ടാവും, പിന്നെ അങ്ങനെ കാണും. അവസരം കിട്ടിയാൽ ആ തിന്മകൾക്ക് അവർ ഉപയോഗപ്പെടുത്തും. കച്ചവടം, ആളുകളുടെ മുമ്പിലൊക്കെ നല്ല ആളാണ്, പക്ഷേ കച്ചവടത്തിലുള്ള കൊള്ളരുതായ്മ നമുക്ക് മാത്രമേ അറിയുള്ളൂ. അതിന് കിട്ടിയ അവസരമൊക്കെ മുതലാക്കും. അവസരം കിട്ടിയാൽ തിന്മകൾ ചെയ്യുന്ന, ആ തിന്മകളെ മുഴുകുന്ന പൊതുവേ നല്ല വ്യക്തിയായിരിക്കും. അതാ റസൂൽ എന്ന് പറഞ്ഞത്, രാത്രി നിസ്കരിക്കാറുണ്ട്, പക്ഷേ തിന്മ ചെയ്യാൻ അവസരം കിട്ടിയാൽ അത് മുതലെടുക്കും. അത് നമ്മളാകാൻ പാടില്ല. ഇതൊക്കെ നമ്മുടെ കർമ്മങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യമാണ്. അപ്പോൾ റമദാനിൽ കുറേ ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ ഈ ഉണ്ടാക്കിയ സാധനം മൊത്തം അപ്പുറം കൊണ്ടേ കളയുന്ന അവസ്ഥയും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ സഹോദരന്മാരെ, ഈ റമദാൻ നമുക്ക് ഫ്രൂട്ട്ഫുൾ ആക്കാൻ വേണ്ടി കഴിയും. ഞാൻ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ വളരെ കുറഞ്ഞ സമയം, കുറഞ്ഞ അധ്വാനം മാത്രമേ ഉള്ളൂ. അത് ഒരിക്കൽ നമ്മൾ മാറ്റിവെച്ച് കഴിഞ്ഞിട്ട് അവസാനം ഈ റമദാൻ കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സുകൊണ്ട് പറയാൻ കഴിയണം, അൽഹംദുലില്ലാഹ് ഈ റമദാൻ മുതലായി, ഇൻഷാ അല്ലാഹ് നമ്മുടെ മനസ്സ് വെച്ച് കഴിയും. അങ്ങനെ പറയാൻ നമുക്ക് പറ്റണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മനസ്സ് വെച്ച് നടക്കാത്തതായിട്ട് ഒന്നുമില്ല. ഭൗതികമായ പല കാര്യങ്ങൾ നമ്മളൊക്കെ നേടിയെടുത്ത അതിന് അഭിമാനം കൊണ്ട ആളുകളാണ്. അത്രയൊന്നും അധ്വാനം ദീനിൻ്റെ വിഷയത്തിലില്ല. നമ്മൾ വിചാരിച്ചാൽ നടക്കും. നമ്മൾ തീരുമാനിക്കേണ്ടത് എനിക്കത്ര സമയം മാറ്റി വെക്കാൻ പറ്റിയെന്നാണ്. മറ്റുള്ള ആളുകൾക്ക് പല തിരക്കുകളും ഉണ്ടാകുന്ന സമയത്തും ഞാൻ സമയം മാറ്റി വെച്ചിട്ടുണ്ട്. റസൂൽ മുതൽ ഉള്ള ചരിത്രം ഞാൻ പറഞ്ഞു. ആളുകളൊക്കെ ഒരുപാട് തിരക്കുള്ള ആളുകളാണ് ഈ പറയപ്പെട്ട 60 വട്ടവും 30 വട്ടവും തീർത്ത ആൾക്കാർ. അവർക്ക് വലിയ തിരക്ക് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അവർക്കും കുടുംബമുണ്ട്, അവർക്കും മക്കളുണ്ട്, അവർക്ക് ഭൗതികമായ തിരക്കുകളുണ്ട്, അവർക്ക് സമൂഹത്തിൻ്റെ കാര്യങ്ങൾ നോക്കാനുണ്ട്. അതിനൊക്കെയിടയിൽ അവരോട് തീർത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്നുമില്ലാതെ നമ്മളെ സമയം മാറ്റി വെക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അങ്ങനെ നമ്മൾ മുന്നൊരുക്കം നടത്തിയാൽ ഇൻഷാ അല്ലാഹ് റമദാൻ മാസം നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. അങ്ങനെ ഒരുങ്ങാനാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. ഏതാനും ചില ദിവസങ്ങൾ മാത്രം, വിരലിൽ എണ്ണാവുന്നത് എന്ന് പറയാൻ മാത്രം അക്ഷരാർത്ഥത്തിൽ ആ ദിവസങ്ങൾ മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. ഈ റമദാൻ തന്നെ പരിപൂർണമായി പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന് നമുക്കൊരാൾക്കും ഉറപ്പില്ല. അള്ളാഹുവിന് അലംഘനീയമായി വിധിക്കുത്തരം നൽകി എപ്പോഴാണ് പിരിഞ്ഞു പോകേണ്ടത് എന്ന് നമുക്കൊരാൾക്കും അറിയില്ല. കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ ഇന്നാറടി മണ്ണിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം ഖബറുകളെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഈ ഉള്ളവൻ്റെ വല്യുമ്മ പിന്നെ 3 ആഴ്ചകൾക്ക് മുമ്പ് മരണപ്പെട്ടു. അല്ലാഹു ഉമ്മാമയുടെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം ഉംറയ്ക്ക് വേണ്ടി ഞാൻ യാത്ര പുറപ്പെടുന്ന സമയത്ത് വന്ന ഒരു മെസ്സേജ്, പ്രിയ സുഹൃത്ത് റസീലിൻ്റെ, നമ്മുടെ വിസ്ഡം യൂത്തിൻ്റെ സംസ്ഥാന ഓർഗനൈസേഷൻ വിങ്ങിലുള്ള വ്യക്തിയാണ്. റസീലിൻ്റെ ഉപ്പ ഒരു ആക്സിഡൻറ്റിൽ പിന്നെ അപകടം പറ്റി എന്ന വാർത്ത, അദ്ദേഹത്തിന് പ്രത്യേകം പ്രാർത്ഥിക്കണം എന്നൊക്കെ പല ആളുകളും PM-ൽ മെസ്സേജ് അയച്ചിരുന്നു. ഇവിടെ എത്തി ഉംറയൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞിട്ട് പിന്നീട് റൂമിലെത്തി തുറന്നു നോക്കുമ്പോൾ കണ്ട വാർത്ത അദ്ദേഹം വഫാത്തായി എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, ഖബറിൽ രക്ഷ കൊടുക്കുമാറാകട്ടെ. അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ എപ്പോഴാണ് നമ്മുടെ ഊഴം എന്ന് നമുക്കറിയില്ല. അള്ളാഹു കണക്കാക്കി വെച്ച സമയമുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകില്ല. ഈ റമദാൻ 30 പൂർത്തിയാക്കുമെന്ന് നമുക്കറിയില്ല. റമദാനിന് മുമ്പ് തന്നെ പെരുന്നാളിന് കോടി വാങ്ങി വെച്ചാലും ആ കോടി ഉടുക്കാൻ കഴിയുമോ എന്ന് നമുക്ക് ഉറപ്പില്ല. പക്ഷേ നല്ല നീയത്തോടു കൂടിയാണോ നമ്മൾ റമദാനിലേക്ക് പ്രവേശിച്ചത്, അതിൻ്റെ കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അതുകൊണ്ട് നന്നായി ഒരു മുന്നൊരുക്കം നടത്താൻ നമ്മൾ സന്നദ്ധമാവുക. പള്ളി റെഡിയാക്കുന്നുണ്ട്, വീട് റെഡിയാക്കുന്നുണ്ട്, പലതും റെഡിയാക്കുന്നുണ്ട്. മനസ്സ് റമദാനെ ഇവിടെ റെഡിയാക്കാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഏറ്റവും നല്ല മുന്നൊരുക്കം നടത്തി ഈ റമദാനിനെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെ ചെയ്തു പോയ മുഴുവൻ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. മരണപ്പെട്ട ഖബറുകൾ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളക്കണക്കിന് സഹോദരങ്ങളുണ്ട്. അല്ലാഹുവേ, അവരുടെ എല്ലാം അസുഖം നീ പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കണമേ. പടച്ചറബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്.
രണ്ട് ലോകത്തും അവരെ നീ പ്രയാസപ്പെടുത്തല്ല അല്ലാ. ഞങ്ങളുടെ മക്കളെ കൊണ്ട് ഞങ്ങൾക്ക് നീ രണ്ട് ലോകത്തും കൺകുളിർമ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. റബ്ബന അത്തിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آل محمد والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.